ഹലോ ഹലോ അപ്പോൾ എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ സയൻസ് ഫിക്ഷനെ കുറിച്ച് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണ സയൻസ് ഫിക്ഷൻ കുറേ കവർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒരു എപ്പിസോഡ് മുഴുവനും നമ്മുടെ പ്രാചീനമായ സയൻസ് ഫിക്ഷനിൽ മാത്രമേ നമ്മൾ സ്പെൻഡ് ചെയ്തുള്ളൂ. ഇനി കുറച്ചുകൂടെ കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇത്തവണ ക്രിക്കും തുടങ്ങുന്നോ? തുടങ്ങാം തുടങ്ങാലോ. ഇപ്പോൾ ഈ കണ്ടംപററി സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ സിനിമകളിൽ നിന്ന് തുടങ്ങായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ പല ഷോർട്ട് സ്റ്റോറികളും സിനിമയാക്കിയിട്ടുണ്ട് ചില റൈറ്റേഴ്സിൻ്റെ. നമ്മളിപ്പോൾ അധികം കേൾക്കാത്തൊരു പേരായിരിക്കും ഫിലിപ്പ് കെ ഡിക്ക് എന്ന് പറയുമ്പോൾ. മീൻസ് ഒരു റൈറ്റർ, ഒരു വായനക്കാരനോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ ഫിലിപ്പ് കെ ഡിക്ക് ആരാണെന്ന് അറിയില്ല. പക്ഷെ സിനിമ കണ്ടിട്ടുണ്ടാവും പലരും. ബ്ലേഡ് റണ്ണർ, Do androids dream of electric sheep? ഡു ആൻഡ്രോയിഡ്സ് ഡ്രീം ഓഫ് ഇലക്ട്രിക് ഷീപ്പ്, അതാണ് ബ്ലേഡ് റണ്ണറിന്റെ തീം. ആക്ച്വലി ആ കഥ ഓൺലൈൻ അവൈലബിൾ ആണ്. അത് കഥയുടെ ഒരു തീം എടുത്തിട്ട് സിനിമയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ മൈനോറിറ്റി റിപ്പോർട്ട് ഇദ്ദേഹത്തിൻ്റെയാണ്, മറ്റേ സ്പീൽബർഗിൻ്റെ. അതുപോലെ നമ്മുടെ പേയ്ചെക്ക് എന്ന് പറഞ്ഞ പടമുണ്ട്. പേയ്ചെക്ക് ആക്ച്വലി ഇതുപോലെ തന്നെ ഒരു ടൈം ട്രാവൽ ടെക്നോളജി റീ എഞ്ചിനീയർ ചെയ്യുന്ന പരിപാടിയാണ് ശരിക്കും അതിൽ. ബെൻ ആഫ്ലെക്ക് ഒക്കെ ഉള്ളൊരു സിനിമ. അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ ഫിലിപ്പ് കെ ഡിക്കിൻ്റെ ഷോർട്ട് സ്റ്റോറികളിൽ നിന്ന് തന്നെയുണ്ട്. അതിലാകെ ഞാൻ വായിച്ചിട്ടുള്ളത് വെൻ ആൻഡ്രോയിഡ്സ് ഡ്രീം, ഡു ആൻഡ്രോയിഡ്സ് ഡ്രീം ഓഫ് ഇലക്ട്രോണിക് ഷീപ്പ്, അങ്ങനെ അതാണ്. അതിൻ്റെ ഒരു ഗ്രാഫിക് നോവൽ വേർഷൻ കൂടി ഉണ്ട്. അത് ഏതൊരു വെബ്സൈറ്റിൽ അത് സെർച്ച് ചെയ്താൽ അത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടേണ്ടതാണ്. അപ്പോൾ അത് കൊള്ളാവുന്നൊരു റൈറ്ററാണ്. അപ്പോൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഉണ്ട്, ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ഉണ്ട് ഫിലിപ്പ് കെ ഡിക്കിൻ്റെ. എനിക്ക് തോന്നുന്നു ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും. അത് എനിക്ക് ലൈബ്രറിയിൽ അവൈലബിൾ ആയിരുന്നു, ഞാനത് വായിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ അടുത്തത് അതെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പിന്നെ പറയുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി വായിച്ചത്, ഏറ്റവും അവസാനം വായിച്ച സയൻസ് ഫിക്ഷൻ എന്ന് പറയാനുള്ളത് ടെഡ് ചിയാങ്ങിൻ്റെ സ്റ്റോറി ഓഫ് മൈ ലൈഫാണ്. ഒരു കഥ മാത്രമേ വായിച്ചുള്ളൂ. ആ കഥയാണ് അറൈവൽ. ആക്ച്വലി ടെഡ് ചിയാങ്ങിന് ഞാൻ വായിക്കാൻ കാരണം, അനൂപ് ഗ്രൂപ്പിലൊരു, അനൂപാണോ സാൻഡി ആണോ എന്നറിയില്ല, ഒരു ഷോർട്ട് സ്റ്റോറി ഓൺലൈൻ പുള്ളിയുടെ ഒരു ബ്ലോഗിനകത്തുനിന്ന് ഒരു ഷോർട്ട് സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു. അത് നോക്കിയിട്ടാണ് ടച്ച് ചെയ്യാങ്ങനെ മറ്റേ നോക്കിയത്. അത് ഓർഡർ ചെയ്തു, ബുക്ക് ഓർഡർ ചെയ്തിട്ടാണ് അറിയുന്നത് അത് അറൈവലിന്റെ. അത് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഗുഡ് സ്റ്റോറി ആക്ച്വലി. പക്ഷെ ആകെ ഉള്ള ഒരു പുള്ളിയുടെ കഥകളെ പറ്റി ആകെയുള്ള ഒരു പരാതി എന്ന് പറയാനുള്ളത്, പരാതിയല്ല, എനിക്ക് എൻ്റെ പ്രശ്നമായിരിക്കാം, ഓപ്പൺ ടു ഇൻ്റർപ്രിട്ടേഷനാണ്. അവസാന ഭാഗത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും നമുക്കത് എന്താ പറയുക, ഒരു ഡെഫിനറ്റീവ് ആൻസർ ഇല്ല. നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അങ്ങനെയാണെന്ന്. അറൈവൽ ആക്ച്വലി നമ്മളോട് പറയുന്നുണ്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഷോർട്ട് സ്റ്റോറി വായിച്ചാൽ, സ്റ്റോറി ഓഫ് മൈ ലൈഫ് വായിച്ചാൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സിനിമ അതിൻ്റെ ഒരു കൺക്ലൂഷനാണ്. എനിക്ക് തോന്നുന്ന ഡയറക്ടറുടെ വിഷനാണത് സിനിമ എന്ന് പറയാനുള്ളത്. ആ രണ്ട് കളക്ഷനുണ്ട്. എക്സലേഷനും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിലും ഇതുപോലെ ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ്. എക്സലേഷൻ ആൻഡ് അതർ സ്റ്റോറീസ്, സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആൻഡ് അതർ സ്റ്റോറീസ്, മറ്റൊരു കളക്ഷനാണ്. ടെഡ് ചിയാങ്ങിൻ്റെ ബ്ലോഗും കൊള്ളാവുന്നതാണ്, ഫോളോ ചെയ്യാവുന്നതാണ്. ഷോർട്ട് സ്റ്റോറി മാത്രമല്ല, സയൻസ് കോളംസിൽ എഴുതാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ സ്നിപ്പറ്റുകൾ കാണാം. കുഴപ്പമില്ലാത്തൊരു സംഭവം. ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം, നമുക്ക് ഇതിലിടാൻ പറ്റുന്ന മറ്റേ സ്പോട്ടിഫൈയിൽ. പിന്നെ ലാസ്റ്റ് വായിച്ചത് ബ്ലേക്ക് ക്രൗച്ച് ആണ്. ബ്ലേക്ക് ക്രൗച്ച് ഞാൻ ഇച്ചിരി പറയാതിരിക്കുകയാണ് സാധനമാണ്. തുടങ്ങിക്കോ. ബ്ലേക്ക് ക്രൗച്ച് ഞാൻ ആകെ വായിച്ചുള്ളൂ. ഞാൻ ഓഡിയോ ബുക്കായിട്ട് കേട്ടതാണ്. റിക്കേഷൻ ആയിരുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് ചിലർ പറയുന്നു ഡാർക്ക് മാറ്റർ ആണ് ബെസ്റ്റ് എന്ന് പറയുന്നു. എനിക്കറിയില്ല അത്, കാരണം അത് അല്ല, ആക്ച്വലി അത് സീരീസ് വന്നുകൊണ്ടായിരിക്കാം. അതായത് റിക്കേഷൻ ശരിക്കും ഫോൾസ് മെമ്മറി സിൻഡ്രോം എന്നൊരു പേരിലൊരു അസുഖത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് നമുക്ക് ഇതൊരു ചെറിയ ടൈം ട്രാവൽ ഉണ്ട്. അതായത് ഇതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ഓഫീസറുണ്ട്. ഈ കഥയിൽ ഒരു ഡെത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. ഒരു പുള്ളിക്കാരി സൂയിസൈഡാണ്. പക്ഷെ ആ സൂയിസൈഡിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളി ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. എന്നൊരു ഫൗൾ പ്ലേ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഈ സൂയിസൈഡ് എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് വീണ് മരിക്കുക. അതിൽ നിന്ന് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് പുള്ളിക്കാരി വീണ് മരിക്കുന്നത്. ഇയാൾ രക്ഷപ്പെടുത്താൻ ചെല്ലുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ
സൂയിസൈഡ് നെഗോഷിയേഷന് ചെല്ലുമ്പോഴേക്കും പുള്ളിക്കാരി ഇയാളുടെ മുമ്പിൽ വീഴുവാണ്. അപ്പോൾ അത് അന്വേഷിച്ച് ചെല്ലുന്നത് ഒരു പ്രത്യേക ഒരു ഹോട്ടൽ, ഒരു ഷേഡി ഹോട്ടലിലേക്കാണ്. അവിടെ നിന്ന് കഥ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഫോൾസ് മെമ്മറി ആളുകളുടെ മനസ്സിൽ ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇയാൾക്കൊരു അതൊരു എപ്പിഡമിക് ആയി പടരുകയാണ് പടരുകയാണ്. ആ ഒരു സമയത്ത്. രോഗമാണ്. കുറെ പേര് ഇങ്ങനെ മരിക്കുന്നു. അപ്പൊ ഇതുപോലെ ആളുകൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു എന്നൊരു ഭയങ്കര വിശ്വാസം. ഒബിയസ്ലി ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവും. ഇപ്പൊ നമ്മളിതൊരു കേൾക്കാത്ത കാര്യം, നമ്മളിതുവരെ ഇങ്ങനത്തെ ഒരു ലൈഫ് എനിക്ക് ഉണ്ടായിരുന്നു, പെട്ടെന്നൊരു ദിവസം നമുക്ക് ഇങ്ങനെ ഒരു ഓർമ്മ വരുവാണ്, ഇങ്ങനെ ഒരു ചിന്ത. അതിപ്പോൾ കഴിഞ്ഞ ജന്മമാണോ ഈ ജന്മത്തിൽ തന്നെയാണോ? അതായത് ഇദ്ദേഹത്തിന്റെ മകള് മരിച്ചു ഒരു റോഡ് ആക്സിഡന്റിൽ, ഒരു ഹിറ്റ് ആൻഡ് റൺ ഇൻസിഡന്റിൽ. ഇയാൾക്ക് അറ്റ് എ സെർട്ടൺ പോയിന്റ് പുള്ളി തിരിച്ചാ ടൈമിലേക്ക് പോവുകയാണ്. അതായത് മകളെ രക്ഷിക്കാമായിരുന്ന ഒരു സമയത്തേക്ക് പോയത് പുള്ളി അവിടെ നിന്ന് രക്ഷിക്കുന്നു. അത് ടൈം ട്രാവൽ വരുന്നു. അപ്പോൾ ആ ടൈം ട്രാവൽ വന്നിട്ട് പുള്ളിയുടെ ലൈഫ് കംപ്ലീറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലൈഫ് മൊത്തം മാറി. അപ്പോൾ മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇയാളെ മാത്രമല്ല അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, ബാക്കി എല്ലാവരെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ പുതിയ മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട് ഇയാൾ കാരണം. ഇയാൾ ഈ പറഞ്ഞ ചേഞ്ച് ദ കോഴ്സ് ഓഫ് ടൈം. അപ്പോൾ അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്. ഈ പറഞ്ഞ മറ്റേ ഫോൾസ് മെമ്മറിയുടെ മറ്റേ ആക്ച്വലി ഈ മെമ്മറി ഇംപ്ലാന്റിങ് റിസർച്ച് തുടങ്ങി വെച്ച ഒരു സയന്റിസ്റ്റിന്റെ ഒരു സബ് പ്ലോട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി അവസാനം മേർജ് ചെയ്യുന്നതാണ് കഥ. നല്ല വളരെ അതിന് എൻഡിങ് ഒന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ആ എൻഡിങ് നല്ല ഒരു എൻഡിങ് ആണ്. അല്ല, അത് മാത്രമല്ല, എനിക്ക് ആ ബുക്ക് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇമോഷണലി യു കണക്ട് വിത്ത് എവ്രിബഡി. ഭയങ്കരമായിട്ട് നമ്മൾ പ്രോട്ടോഗണിസ്റ്റിന് വേണ്ടി ഇമോഷണലി കണക്ട് ആവും, നമ്മൾ അവരുമായിട്ട് റൂട്ട് ചെയ്യും അവർക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു കഥയായിരുന്നു. അത് കാരണമാണ് എനിക്ക് ഡാർക്ക് മാറ്ററിനേക്കാളും റിക്കർഷൻ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി ആ ക്യാരക്ടേഴ്സിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഡാർക്ക് മാറ്ററും സിമിലർ തീം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫസർ ഈസ് നോവെയർ ഇൻ ഹിസ് ലൈഫ്. പുള്ളി ഒന്നും ഒരു ഈസ് എ ജസ്റ്റ് എൻ ആവറേജ് പേഴ്സൺ. കാശൊന്നുമില്ല. ഹി കുഡ് ഹാവ് ബീൻ സംതിങ് എൽസ്. കാരണം പുള്ളി അത്യാവശ്യം നല്ല വിവരമൊക്കെ ഉള്ള മനുഷ്യനാണ്. പുള്ളി എന്നിട്ട് കഥ തുടങ്ങുമ്പോൾ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു. ആൻഡ് ദെൻ ഹി വേക്സ് അപ്പ് ഇൻ ഹിസ് ഓൾട്ടർനേറ്റ് ഫ്യൂച്ചർ വേർ ഹീ ഈസ് എ ബിഗ് ഷോട്ട്. പുള്ളിയുടെ സ്കിൽസ് പുള്ളി വേണ്ടും വിധത്തിൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റിയിൽ പുള്ളി വേക്കപ്പ് ചെയ്യുന്നതും പിന്നെ ഹി യേൺസ് ഫോർ ഹിസ് ഫാമിലി, സോ ഹി ഗോസ് ലുക്കിംഗ് ഫോർ ഹിസ് ഫാമിലി. അതാണ് ഡാർക്ക് മാറ്റർ. അതും തീം ഇസ് മോർ ഓർ ലെസ് ദ സെയിം, റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത ഒരു ഡിസിഷൻ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മൈ ലൈഫ് ആൻഡ് എവ്രിബഡി അറൗണ്ട് മീ ദെയർ ലൈഫ്സ് ഗെറ്റ് അഫക്റ്റഡ് എന്നുള്ള ഒരു തീം തന്നെയാണ് ഇതിലും ഉള്ളത്. അഗൈൻ ഇറ്റ്സ് നോട്ട് ബാഡ്, ഡെഫിനറ്റ്ലി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പക്ഷെ എനിക്ക് ഐ സ്റ്റിൽ ഫീൽ റിക്കർഷൻ tugged at my heartstrings a little more compared to Dark Matter. പിന്നെ പുള്ളിയുടെ മൂന്നാമത്തെ പുസ്തകമാണ് അപ്ഗ്രേഡ്. അപ്ഗ്രേഡിൽ സംഭവിക്കുന്ന ഒരു പോലീസുകാരൻ ഇതുപോലെ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നു. അവിടെ വെച്ചൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഹീസ് ഇൻജെക്റ്റഡ് വിത്ത് എ വൈറസ് ദാറ്റ് അപ്ഗ്രേഡ്സ് ഹിം ടു എ സൂപ്പർ ഹ്യൂമൻ ക്യാരക്ടർ. അത് മറ്റേ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെയാണ്. ഇറ്റ്സ് ഫൺ ടു റീഡ്. പക്ഷേ ബിയോണ്ട് ദാറ്റ് എനിക്കങ്ങനെ അത് ഭയങ്കരമായിട്ട് എന്നെ പിടിച്ചിരുത്തിയൊന്നുമില്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ ഗുഡ് റീഡ്. അല്ലാതെ എനിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ മറ്റേത് രണ്ടും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. ഈ അപ്ഗ്രേഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സിനിമയുണ്ട്, പക്ഷേ സെയിം ആണ് പ്ലോട്ട് ലൈൻ. വളരെ എന്താ പറയുക, ചെറിയ ബജറ്റിൽ എടുത്തൊരു പടമാണ്. ഒരു സർപ്രൈസ് ഹിറ്റായിരുന്നു ആ കൊല്ലത്തെ. അപ്ഗ്രേഡ് എന്ന് തന്നെയാണ് പേര്. ഇതുപോലെ മറ്റേ എന്താ പറയുക, അരയ്ക്ക് താഴേക്ക് പാരലൈസ്ഡ് ആയിട്ടൊരു ആക്സിഡൻറ്റിലെ കണ്ട് പാരലൈസ്ഡ് ആയിട്ടൊരു ആൾക്ക് പുള്ളി വില്ലിംഗ്ലി ഒരു എക്സോസ്കെൽറ്റൻ, ഒരു എൻഡോസ്കെൽറ്റൻ പിടിപ്പിക്കുവാണ്. അത് ആക്ച്വലി ഇറ്റ് ക്യാൻ ടേക്ക് ഓവർ. അതായത് അതൊരു AI ആണ് ആക്ച്വലി.
അതിന് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും ഒരു ടൈം ആകുമ്പോൾ. ഇത് വെറും ആക്ഷൻ സീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ പടത്തിൽ, അല്ലാതെ വലിയ കാര്യമായിട്ടൊരു സയൻസ് ഫിക്ഷൻ മൂവി എന്ന് പറയുന്നേക്കാളും നല്ലൊരു സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുന്നതാണ്. അതൊന്ന് ഞാൻ ചുമ്മാ റെക്കമെൻഡ് ചെയ്യുവാണ് കാണാത്തവരുണ്ടെങ്കിൽ. നല്ല പടമാണ്. ആ ഒരു ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും നല്ല ആക്ഷനും ത്രില്ലിംഗ് സ്റ്റോറിയാണ്. ലൈഫ്സിന്റെ ഇത് പറയുമ്പോൾ സയൻസ് ഫിക്ഷൻ അല്ല, ബട്ട് ഇറ്റ്സ് ഇൻ സിമിലർ വെയിൻ. മറ്റേ മിഡ് നൈറ്റ് ലൈബ്രറി, മാറ്റ് ഹേഗിന്റെ, വിച്ച് ഇസ് വെരി സിമിലർ. ഒരു എനിക്ക് ഓർമ്മയുള്ളത് ബട്ട് ഇറ്റ്സ് നോട്ട് സയൻസ് ഫിക്ഷനേ അല്ല, സയൻസ് ഫിക്ഷൻ അല്ല, ഇറ്റ്സ് മോർ ഓഫ് എ ഫാന്റസി റാദർ ദാൻ എ സയൻസ് ഫാന്റസി ഫിക്ഷൻ. റെലമിൽ വരുന്ന ഒരു ഇതാണ്. വേർ യു നോ എ ഗേൾ ഗെറ്റ്സ് ടു ലിവ് ദ ഡിഫറെന്റ് ലൈഫ്സ്, ടു ചൂസ് വാട്ട് ലൈഫ് ഷീ വാണ്ട്സ്. സെൽഫ് ഹാം ആണ് തുടങ്ങുന്നത്. then she gets to ഇത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മരണത്തിന് മുമ്പ്, ഐ മീൻ ആസ് ഇൻ മരിച്ചു, അത് കഴിഞ്ഞിട്ട് സോള് വിടുന്നതിന് മുമ്പ് യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ട്രൈ ഔട്ട് അതർ തിങ്സ് ഇൻ ലൈഫ്. വാട്ട് കുഡ് ഹാവ് ബീൻ. I think only when എനിക്ക് സയൻസ് ഫിക്ഷൻ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് is only when there is a connection factor that you can feel with the characters. അല്ലെങ്കിൽ somehow science fiction doesn't talk to me. Maybe I'll try recursion because Recursion it is needs nice. to have that human factor where it gives you a chance at like hope with the books. ഈ സ്റ്റോറി ഓഫ് മൈ ലൈഫിലും ഈ പറയുന്ന ആസ്പെക്റ്റ് ഉണ്ട്. ആക്ച്വലി അറൈവൽ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. വാട്ട് കുഡ് ഹാവ് ബീൻ എന്ന പേരുള്ളൊരു സംഭവം. അത് നമ്മളെല്ലാവർക്കും, മനുഷ്യർക്ക് എന്തായാലും നമുക്കൊരിക്കലും ഫ്ലോ ചാർട്ട് വഴി ഇങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഒരു പീരീഡ് ഉണ്ടായിരുന്നു എനിക്ക് ഒരു ഇച്ചിരി എന്താ പറയുക, ഐ വാസ് അൺഷുവർ അബൌട്ട് മൈ ലൈഫ്. ഇപ്പോഴും ആണെന്ന് ഞാൻ പറയുന്നില്ല. ആ സമയത്ത് ഐ വാസ് ട്രൈങ് ടു ഗെറ്റ് ഹെൽപ്പ്. അപ്പോൾ ഇൻഫീല് നമുക്കൊരു കൗൺസിലർ ഉണ്ടല്ലോ എല്ലാവർക്കും, മറ്റേ എന്താ പറയുക, ഒരു സീക്രട്ട് കൗൺസിലിംഗ് പോലൊരു പരിപാടി ഉണ്ടല്ലോ, ഒരു സൈക്യാട്രിസ്റ്റ്. ബട്ട് മോസ്റ്റ്ലി അവർ കൊളീഗ് വല്ലവരായിരിക്കും. അവർ വഴി ഒരാളെ കണ്ടു. പുള്ളി സംസാരിച്ച ഒരു കാര്യം, പുള്ളി എന്നോട് പറഞ്ഞ കാര്യം, ഡോണ്ട് ലുക്ക് അറ്റ് ലൈഫ് ആസ് എ ഫ്ലോ ചാർട്ട്, ആസ് ഇഫ് ഇൻ എ ഫ്ലോ ചാർട്ട്. നമ്മളെല്ലാവരും അങ്ങനെ വയേർഡാണ്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം എന്നൊരു ചിന്ത വെച്ച് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. ഡോണ്ട് ലീവ് ഇൻ യുവർ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അതിപ്പോഴും ഇങ്ങനെ, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അന്ന് അങ്ങനെ പറഞ്ഞതിൽ. അപ്പോൾ ഇത് മിക്കവാറും എല്ലാ കഥകളിലും നമ്മൾ ഇങ്ങനെ ഒരു എസ്കേപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മിക്കവാറും അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വായിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ വരുമ്പോഴാണ് നമ്മൾ അതിനോട് കൂടുതൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ റിക്കേഷൻ എനിക്ക് കുറച്ചുകൂടി കണക്ട് ആവാൻ, അല്ലെങ്കിൽ സാൻഡി പറഞ്ഞ പോലെ അത് ഇഷ്ടപ്പെടാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം ആ സമയത്ത് വായിച്ച സയൻസ് ഫിക്ഷൻ കഥകളിൽ എനിക്ക് കുറെ കൂടി ഇമോഷണൽ കണക്ട് വന്നത് അതിൽ മാത്രമാണ്. കാരണം ആ സമയത്ത് തന്നെയാണ് ആൻഡി വെയർ ഒക്കെ വായിക്കുന്നത്. ആൻഡി വെയറിന്റെ എനിക്ക് തോന്നുന്നത് പ്രോജക്ട് ഹെയിൽ മേരി, പ്രോജക്ട് ഹെയിൽ മേരിയും മാർഷ്യനും നല്ലതാ. മാർഷ്യനും നല്ലതാ. എനിക്ക് പ്രോജക്ട് ഹെയിൽ മേരിയാണ് മാർഷ്യനെക്കാൾ ഒരു പൊട്ടിക്ക് കൂടുതൽ ഇഷ്ടം. പ്രോജക്ട് ഹെയിൽ മേരി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, അതായത് അഡാപ്റ്റേഷൻസിന്റെ കാര്യത്തിൽ മാർഷ്യനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇനി സംസാരിക്കണോ? സാൻഡി പറയുന്നോ? കുറച്ച് ടച്ച് ചെയ്തേക്കാം, അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ. മാർഷ്യൻ എനിക്ക് തോന്നുന്നില്ല ആരും അറിയാവുന്നവരാരും അറിഞ്ഞൂടാത്തവരാരും ഉണ്ടെന്ന്. കാരണം എല്ലാവരും സിനിമയെങ്കിലും കണ്ടു കാണും. സിനിമ ആക്ച്വലി ഒരു വളരെ ട്രൂ ടു ദ ബുക്ക് അഡാപ്റ്റേഷൻ ആണ്. കുറച്ച് വെട്ടി ചുരുക്കിയെന്നേ ഉള്ളൂ. കുറച്ച് പുള്ളിയുടെ റിട്ടേൺ ജേണിയിൽ കുറച്ചധികം ഉണ്ടായിരുന്നു ബുക്ക്, അത് കുറച്ച് വെട്ടി ചുരുക്കി. അതൊരു ചെറിയ ആടുജീവിതം തന്നെയാണ്. സെക്കൻഡ് ഹാഫ് അത് മുഴുവൻ എടുത്ത് കളഞ്ഞു. ചൊവ്വാ ജീവിതമാണത്. അതെ. ബ്ലീക്ക് അല്ല, ഇറ്റ്സ് എ വെരി ഹോപ്പ്ഫുൾ ബുക്കാണ്. there's a lot of hope in it. അതാണ് എനിക്ക് പൊതുവെ സയൻസ് ഫിക്ഷൻ വായിക്കുമ്പോൾ മൊത്തത്തിൽ മുഞ്ചി പോയൊരു ലോകത്തിനെ കുറിച്ചുള്ള കഥയായിരിക്കും. ഡിസ്റ്റോപ്പിയ, പോസ്റ്റ് അപ്പോകാലിപ്റ്റിക്. അതോ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ചേക്കുന്ന അങ്ങനത്തെ ഒരു യൂണിവേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ഒരിക്കലും വായിക്കാൻ താല്പര്യമില്ലാത്തൊരു ജോണറാണ് സയൻസ് ഫിക്ഷൻ. പക്ഷേ ജെംസ് ദാറ്റ് കം മൈ വേ, എനിക്ക് നിങ്ങൾ ആരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ പോയി എടുത്ത് വായിക്കുന്നത്. റോബിൻസൺ ക്രൂസോ ഇൻ ചൊവ്വയാണ് ശരിക്കും മറ്റേ മാർഷ്യൻ.
അല്ല അതിന്റെ പലരും ശ്വാസം കിട്ടാണ്ട് മരിച്ചു പോകുന്ന സിനിമയും ഓക്സിജൻ ടാങ്ക് തീർന്നു പോകുന്നു ഈ വക പരിപാടികൾ എനിക്കത് പണ്ട് ഞാൻ വായിച്ച ഏതൊക്കെയോ ഫിക്ഷണൽ ഇതിൽ അതാണ്. അതായത് ഒന്നാമത് നമ്മൾ സ്പേസിലാണ്, ഒറ്റപ്പെടുന്നു, ഒരുതരം ക്ലോസ്ട്രോഫോബിയ, ഇതെല്ലാം കൂടി ഒരു മിക്സ് വരുമ്പോൾ എനിക്കത് എന്തോ ഒരു ഹോപ്പില്ലാത്തൊരു എൻഡിങ്. ഇത് എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ മരത്ത് ബുക്സ് ആയിട്ടാണ് ഞാൻ അതിനെ കരുതിയിരുന്നത്. Until I think അല്ല അത് Andy പറയുമ്പോ Weir came along. സഡൻലി ഐ എം റിമൈൻഡഡ് ഓഫ് സ്പേസ് ഡെത്ത്സ്. അതിൽ നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിൽ യോണ്ടു ഉഡോണ്ടായിട്ട് ഡെത്ത് ഉണ്ട്. ദാറ്റ് ഇസ് പ്രോബബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് ടച്ചിങ് സ്പേസ് ഡെത്ത്സ്. He might be your father, but I am your daddy എന്ന് പറയുന്നതല്ലേ. പിന്നെ മറ്റേ പ്രോജക്ട് ഐ മീൻ ആർട്ടിമിസ് വരുമ്പോൾ ആർട്ടിമിസ് ടു മീ സയൻസ് വാസ് പെർഫെക്റ്റ് റൈറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനില് ഒരു കോളനി ക്രിയേറ്റ് ചെയ്തിട്ട് ചന്ദ്രനില് ഇതാണല്ലോ അലൂമിനിയം ആണ്, ബോക്സൈറ്റ് ആണ് ചന്ദ്രനിലെ ഒരു ഹൈ ഡെപ്പോസിറ്റ്. അപ്പോൾ ആ ബോക്സൈറ്റ് ഫാക്ടറീസ്, ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം ഉണ്ടാക്കുന്ന ഫാക്ടറീസിൽ അലൂമിനിയം സിറ്റീസ് ബിൽഡ് ചെയ്ത് ബോക്സൈറ്റ് അലൂമിനിയം പ്രൊഡക്ഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആയ ഓക്സിജൻ ആ ഇതിൻ്റെ അകത്ത് നിറച്ചിട്ട് ഉള്ളതാണ്. ഐ മീൻ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് ബിക്കോസ് ദ ലീഡ് ക്യാരക്ടർ വാസ് വെരി വെരി വീക്ക് എന്ന് എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ജാസ്മിൻ Again, female leads written by ഫീമെയിൽ ലീഡ്സ് ഹാസ് ടു ബി റിട്ടൺ റൈറ്റ്. ഇപ്പൊ നമ്മുടെ അറൈവലിലുള്ള ഫീമെയിൽ ലീഡൊക്കെ ദാറ്റ്സ് വെൽ റിട്ടൺ. അനദർ വൺ ഏലിയനിലെ ഓഫ് കോഴ്സ് സിഗോർണി വീവർ. ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? പുള്ളിക്കാരത്തിനല്ലേ സാറാ കോണറും. അല്ല, സാറാ കോണറിൽ ലിൻഡ ഹാമിൽട്ടൺ ആണ് മറ്റേ. അല്ലേ യൂഷ്വലി വെൽ റിട്ടൺ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസ് ആണ് ആൾക്കാർ ആദ്യമേ പറയുന്നത്. And they are quite good. ആബ്സല്യൂട്ട്ലി. and it was മദർ written- ഉണ്ട്, മദർ മാത്യു റിലിയുടെ. Yes. Mother mother is not ഒരു female lead അല്ല, sidekick ആണ്. We have always had excellent sidekick female characters. എപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സെൻട്രൽ ലീഡ് കൺവിൻസിങ് ആയിട്ട് ഒരാള് ഈ അടുത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഏലിയനിലെ മെയിൻ ക്യാരക്ടറിനെയാണ് ഭയങ്കര ഇഷ്ടം. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരിയാണ് ആക്ച്വലി അതിലെ ഏറ്റവും സെയിൻ ആയിട്ടുള്ള പേഴ്സൺ. പുള്ളിക്കാരി എല്ലാം പറയുന്നുണ്ട് അപ് ഫ്രണ്ട് കാര്യങ്ങള്. നോബഡി ലിസൺസ് ടു ഹെർ. റിപ്ലി, റിപ്ലി യെസ്. എലൻ റിപ്ലി ഐലീൻ റിപ്ലി ആണോ? എലൻ റിപ്ലി, ഐലീൻ റിപ്ലി, അങ്ങനെ എന്തോ ആണ് പേര്. Okay, Again, these are from the 70s, 80s. late 80s, 70s, late 70s. Also. Terminator also. ആ സമയത്ത് കുറെ നല്ല സയൻസ് ഫിക്ഷൻ മൂവീസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇതുപോലെ ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു പഴയ സയൻസ് ഫിക്ഷൻ മൂവി, ഒരുപാട് പഴയതാണ്, ഇതൊരു നമ്മുടെ ഈ കളറൈസേഷൻ തുടങ്ങിയ സമയത്ത് ടെക്നിക് കളർ എന്ന് പറയില്ലേ, സോയിൽ ആൻഡ് ഗ്രീൻ കേട്ടിട്ടുണ്ടോ? സോയിൽ ആൻഡ് ഗ്രീൻ. അത് ഇറ്റ് ഹാസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നില്ല. ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ലോകമാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ ഫുഡ് റേഷൻ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അവർക്ക് സോയിലന്റ് ഏതോ വേറൊരു കളറാണ്. ഈ സോയിലന്റ് എന്ന് വെച്ചാൽ ഫുഡ് റേഷന്റെ പേരാണ്. ഓക്കെ. അപ്പോൾ അത് ഈ മറ്റേ ആളുകൾക്ക് അത് കൊടുത്ത് അത് ഒരു ഗവൺമെന്റ് റേഷൻ ചെയ്യുക. ബോക്സ് ഒരു തരം ക്യൂബുകളാണ് കൊടുക്കുന്നത്. ഫുഡൊക്കെ അങ്ങനെയാണ്, ക്യൂബുകളാണ്. അപ്പോൾ അങ്ങനെ അതപ്പതിച്ചു, സൊസൈറ്റി മൊത്തം അതപ്പതിച്ചു. ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുവാണ്, റേഷന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കും. അവിടെ മറ്റേ സ്ലംസിലൊക്കെ എപ്പോഴും പ്രശ്നങ്ങളാണ്. കുറച്ച് പണക്കാരുണ്ട്, മറ്റേ ഗവൺമെന്റും പണക്കാരെയൊക്കെ കാണിക്കുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടി അഫ്ലുവൻറ്റ് ലൈഫാണ് ഒബ്വിയസ്ലി. ഇതെന്താണ് പെട്ടെന്ന് ഒരു ദിവസം അവർ പുതിയൊരു ടൈപ്പ് റേഷൻ ഇറക്കുവാണ്. അതിൻ്റെ പേര് സോയിൽ ആൻഡ് ഗ്രീൻ എന്നാണ്. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, പുള്ളിക്ക് ഇത് എന്താണെന്ന് കണ്ടുപിടിക്കണം, ഈ സോയിൽ ആൻഡ് ഗ്രീൻ എന്താണെന്ന്. പുള്ളി അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഫാക്ടറിക്കകത്ത് ചെല്ലുന്നു. ആൻഡ് ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. The thing is, വെരി സിമ്പിൾ. സോറി, നോവലില് അതൊരു മെയിൻ പ്ലോട്ട് പോയിന്റ് അല്ല കേട്ടോ. നോവലില്
അപ്പൊ അത് അത് നോവലുണ്ടോ അതിന്റെ? ആ ശരി, നോവൽ ഉണ്ടല്ലേ? നോവലുണ്ട്. അപ്പൊ അത് അതില് ഒരു മെയിൻ പ്ലോട്ട് പോയിന്റ് അല്ല, അതൊരു സൈഡ് പോയിന്റ് ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വേൾഡ് ബിൽഡിംഗ് നല്ല രസമാണ് അതിന്റെ. ഒന്നെന്ന് വെച്ചാല് ആ കാലഘട്ടത്തില് ആൾക്കാർക്ക് ഓരോ അപ്പാർട്ട്മെന്റ്സ് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പൊ അപ്പാർട്ട്മെന്റ്സിന്റെ കൂടെ ഫേർണിച്ചർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഫേർണിച്ചർ ബേസിക്കലി സെക്സ് സ്ലേവ്സ് ആണ്. അപ്പം സ്ത്രീകളെയാണ്. അപ്പൊ അതിന്റെ ഇന്ന ഏജിലുള്ള ഒരു സ്ത്രീ കംസ് ഫ്രീ വിത്ത് അപ്പാർട്ട്മെന്റ്. ഇറ്റ്സ് യൂഫമിസ്റ്റിക്കലി അതിനെ ഫേർണിച്ചർ എന്നാണ് വിളിക്കുന്നത്. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ സോയിലന്റ് ഗ്രീൻ പ്ലോട്ട് പോയിന്റ് ആ മൂവിക്ക് വേണ്ടി അതാക്കിയതാണ് മെയിൻ പ്ലോട്ട് പോയിന്റ്. ഐ മീൻ ഫീമെയിൽ ലീഡ് ക്യാരക്ടർ വെച്ച് പറയുമ്പോൾ ഈ അടുത്തിടയ്ക്ക് വായിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നു, ബിൻതി എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് വലിയ പുസ്തകമൊന്നുമല്ല, വളരെ ചെറിയ പുസ്തകമാണ്. ദ പ്രൊട്ടഗണിസ്റ്റ് ഈസ് ആൻ ആഫ്രിക്കൻ അമേരിക്കൻ ലേഡി. ഫ്യൂച്ചറിലാണ് എഗെയിൻ പുള്ളിക്കാരത്തിക്ക് പുള്ളിക്കാരത്തി ഒരു എന്താ ഭയങ്കര ദാരിദ്ര്യത്തിലൊക്കെ കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു ഇന്റർ ഗലാക്ടിക് കോളേജിൽ പഠിക്കാൻ അവൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അവൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഷീ ഹാസ് എ ലോട്ട് ഓഫ് ദീസ് റൂട്ടീൻസ്. അവരുടെ ട്രഡീഷൻസ് ഒക്കെ ഉണ്ട്. എന്തോ ഒരു പ്രത്യേക ക്ലേ മുഖത്ത് തേക്കുക, അങ്ങനത്തെ കുറെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇറ്റ്സ് ഭയങ്കര ആ ക്യാരക്ടറിന്റെ ബ്ലാക്ക് ആഫ്രിക്കൻ ട്രഡീഷൻ അതിലൊക്കെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഇറ്റ്സ് ദ സ്റ്റോറി അബൌട്ട് ഹൗ ഷീ ഈസ് ഗോയിങ് ടു ദാറ്റ് യൂണിവേഴ്സിറ്റി. ആ പോകുന്ന വഴിക്ക് ഒരു ഏലിയൻ അറ്റാക്ക് ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കഥയാണ്. ഐ മീൻ ഇറ്റ്സ് എ സീരീസ്. ഞാൻ ഫസ്റ്റ് മാത്രമേ വായിച്ചുള്ളൂ. ഇറ്റ് വാസ് എ വെരി ഷോർട്ട് ആൻഡ് വെരി ഈസി റീഡ്, ഗുഡ് ഫൺ. ഐ മീൻ ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ആ ലീഡ് ക്യാരക്ടറിനെ നല്ലപോലെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ റൈറ്റും ചെയ്തിട്ടുണ്ട്. ഓതറുടെ പേരെന്താ? നെഡി ഒക്ര ആ ഇപ്പൊ ഞാൻ ഗൂഗിൾ ചെയ്തതാ. അതെ, ഒരു ഫീമെയിൽ ഒരു ഓത്തറാണ്. ആഫ്രിക്കൻ പേരാണ്. ഓക്കെ. ഫീമെയിൽ ഓത്തറാണ്. Again, I always come back to it. I've always felt female leads written by male authors they miss ഇത് ഭയങ്കരമായിട്ട് മിസ്. ഇത് അവരുടെ സയൻസ് ഗേസിൽ നിന്നുള്ള സ്ത്രീകളെയാണ് അവർ എഴുതുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതില്. നാളെ ഏതൊരു ബുക്ക്, ഇറ്റ്സ് എ റീൽ, ഇഫ് യു സീൻ ഇറ്റ്, ഷീ സ്മൈൽ ത്രൂ ഹർ ലോവർ ടീത്ത്. അത് കണ്ടിട്ടുണ്ടോ ആ റീല്? ഞാൻ കണ്ടത് കണ്ടു തോന്നുന്നു. അമ്മാതിരി എഴുത്തുകൾ എഴുതും ചില സമയത്ത് നമ്മൾ. എനിക്ക് സയൻസ് ഫിക്ഷൻ എപ്പോഴും ഞാൻ രണ്ട് തരമായിട്ടാണ് കാണുന്നത്. ഒന്നെന്ന് വെച്ചാല് ഒരു എന്താ പറയുന്നത്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിന്റെ ബാക്ക്ഡ്രോപ്പില് ഹ്യൂമൻ സ്റ്റോറി ലൈക്ക് സ്റ്റാർ വാഴ്സ് പോലത്തെയോ അങ്ങനത്തെ. പിന്നെ ദെൻ സയൻസ് ഫിക്ഷനിലെ സയൻസ് ടേക്സ് ദ സെന്റർ സ്റ്റേജ്. അതാണ് എനിക്ക് അറൈവലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുവഴിയാണ് ഞാൻ ടച്ച് ചെയ്യാങ്കിലോട്ട് പോകുന്നത്. അറൈവിൽ ഉള്ള ഒരു ഫിലോസഫി ഉണ്ടല്ലോ, ലൈക്ക് ലാംഗ്വേജ് ആണ്. അപ്പൊ പടം കണ്ടവർക്ക് അറിയാം, ഹെപ്റ്റോപോഡ്സ് എന്ന് പറഞ്ഞ ഏലിയൻസിന്റെ അവരുടെ ലാംഗ്വേജ് ഒരു സർക്കുലർ. അപ്പൊ ഇറ്റ് ഹാസ് നോ ബിഗിനിങ് ഓർ എൻഡ്. അപ്പൊ ഇത് എവിടുന്ന് വേണമെങ്കിലും വായിക്കാം. ആൻഡ് ഇറ്റ്സ് അബ്സോർബ് ഓൾ അറ്റ് വൺസ്. അപ്പൊ നമുക്കിപ്പോ നമ്മൾ ഒരു സെന്റൻസ് പറയുമ്പോൾ ഒരു ബിഗിനിങ് ഉണ്ട്, സബ്ജക്റ്റ് വേർബ് അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെയുണ്ട്. പക്ഷെ അവർക്ക് ഇറ്റ് കംസ് അറ്റ് വൺ സിംഗിൾ ക്യാപ്സ്യൂൾ. അപ്പം ഓൾ ദോസ് റൈറ്റിംഗ്സ് ആർ സർക്കുലർ. ആൻഡ് ഒരു ആക്ച്വൽ ഒരു ലിംഗ്വിസ്റ്റിക് തിയറി ഉണ്ട്, ഇറ്റ്സ് കോൾഡ് സാപ്പർ-വോർഫ്സ് ഹൈപ്പോത്തസിസ്. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ലാംഗ്വേജസ് പഠിക്കും തോറും ഇറ്റ് റീവയർസ് അവർ ബ്രെയിൻ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇറ്റ് ആക്ച്വലി മേക്സ് ദോസ് ഫിസിക്കൽ ചേഞ്ചസ് ടു യുവർ ബ്രെയിൻ. ഓരോ ലാംഗ്വേജിന് പ്രത്യേകതകൾ ഉണ്ടാവും. നമ്മൾ പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇറ്റ് അഫക്ട്സ് ദ വേ വി തിങ്ക്. കാരണം ഒരു പുതിയ വൊക്കാബുലറി കിട്ടുകയാണ്. ആ വൊക്കാബുലറി അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ചിന്തിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പോ ആന്ത്രപ്പോളജിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ലാംഗ്വേജ് കണ്ടുപിടിച്ച സമയത്ത് മുതൽ നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് വളരെ പെട്ടെന്നായിരുന്നു.
അതുവരെ വി വെർ ഓൾമോസ്റ്റ് ലൈക്ക് മേ ബി ചിമ്പാൻസീസ് ഓർ സംതിങ്. പക്ഷെ ലാംഗ്വേജ് കണ്ടുപിടിക്കും തോറും വി കുഡ് ഐഡിയേറ്റ് ബെറ്റർ, നമുക്ക് കൂടുതൽ ചിന്തിക്കാനും ഒക്കെ എളുപ്പമായി. ആൻഡ് ഐഡിയാസ് സ്റ്റാർട്ട് എക്സ്പ്ലോഡിങ് ഫ്രം ദയർ. അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ അറൈവലിൽ കാണുന്നത്. ലൈക്ക് അവരുടെ ലാംഗ്വേജ് പഠിക്കും തോറും നമ്മുടെ വേ വി പെർസീവ് ടൈം, റൈറ്റ്? നമ്മൾ പെർസീവ് ചെയ്യുന്നത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ. ബട്ട് ഫോർ ദ ഏലിയൻസ് അവർക്കെല്ലാം ഒന്നാണ്. ഒന്നാണ്. ദേ പെർസീവ് എവറിഥിങ്. ഇതൊരു സ്പോയിലർ ആയിരിക്കും, സോറി. അല്ല, മിക്കവാറും സിനിമ കണ്ടവരുണ്ടാവും. ഡെന്നിസ് വില്ലിയനൂവിന്റെ അല്ല, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കൊളീഗ് ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്നെക്കാളൊക്കെ 2 വയസ്സ് മൂപ്പേ പുള്ളി ഉള്ളെങ്കിലും പുള്ളി പുലിയായിരുന്നു ഇൻഫീൽഡ്. അത്യാവശ്യം ഞങ്ങളുടെ മിക്കവാറും എല്ലാ പ്രൊജക്റ്റുകളിലും അവാർഡൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ അത്യാവശ്യം നല്ല പേരുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആക്ച്വലി ഈസ് നോർത്ത് ഇന്ത്യൻ, ബൈ ബർത്ത് ഈസ് ആക്ച്വലി നോർത്ത് ഇന്ത്യൻ. പക്ഷേ അയാളുടെ അച്ഛൻ്റെ ജോലി കാരണം പുള്ളി കോയമ്പത്തൂരാണ് സ്റ്റേഷനിലായിരുന്നത്. പുള്ളി എല്ലാ ഭാഷയും സംസാരിക്കും. ഇപ്പോൾ പുള്ളി പഞ്ചാബി അറിയാം, മറ്റേ ഗുജറാത്തി അറിയാം, മറ്റേ ഇതറിയാം, മറാഠി അറിയാം. പുള്ളി ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലയാളം നന്നായിട്ട് പറയും. മറ്റേ ഇത് പുള്ളി കോയമ്പത്തൂരായതുകൊണ്ട് തമിഴ് അറിയാം. വൈഫ് മലയാളിയാണ്. അപ്പോൾ എൻ്റെ ഒരു ലീഡ് ചോദിച്ച ക്വസ്റ്റ്യനാണ്, നിങ്ങൾ ഏത് ഭാഷയിലാണ് ചിന്തിക്കുന്നത്? ആള് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഞാനും ആലോചിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഭാഷ വെച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അതായത് ഒരു നമ്മുടെ മനസ്സിലൊരു സെന്റൻസ്, അറ്റ്ലീസ്റ്റ് സംസാരിക്കുമ്പോൾ ഒരു സെന്റൻസ് ഫോം ചെയ്യണമല്ലോ. അത് നമ്മളെങ്ങനെയായിരിക്കും? ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മാതൃഭാഷയിലാണ് ചിന്തിക്കാൻ പറ്റുള്ളൂ എന്തായാലും. പക്ഷേ ഒരുപാട് നാൾ നമ്മളൊരു ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെയാണ് നമ്മൾ എന്തായാലും അതിനൊരു സംഭവം കാണും. എന്ത് ലോജിക്ക് ഫോം ചെയ്യുവാണെങ്കിലും അതിനൊരു ഭാഷയില്ലാതെ എനിക്ക് തോന്നുന്നില്ല, ഒരു ഗ്രാമർ ഇല്ലാതെ ആ ലോജിക്ക് ഫോം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ NLP എന്ന് പറഞ്ഞ സാധനം തന്നെ ഈസ് ബേസ്ഡ് ഓൺ എ ലാംഗ്വേജ്. ഒരു ടോക്കണൈസ് ചെയ്തിട്ടാണ് മറ്റേ ഈ പറഞ്ഞ പോലെ ChatGPT ഇതൊക്കെ സംസാരിക്കുന്നത് നമ്മളോട്. മീൻസ് ആക്ച്വലി ഒരു റെസ്പോൺസ് തരുന്നത്. എന്നോട് ഇതുപോലെ ആരോ ചോദിച്ചിരുന്നു, ലൈക്ക് വാട്ട് ലാംഗ്വേജ് ഡു യു തിങ്ക് ഇൻ. എനിക്കതിന് വ്യക്തമായിട്ടൊരു ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് no, it's like for me, I don't think in a language, I just think. പക്ഷെ അത് That's an interesting question അല്ലേ? What ആ language do you think? ലാംഗ്വേജ് അത് എനിക്ക് തോന്നുന്നു എന്റെ തോട്ട്സ് ഒരു വർഷം മലയാളത്തിലായിട്ട് കൺവേർട്ടഡ് ആവുകയാണ് ചെയ്യുന്നത് എന്നാണ്. ഫസ്റ്റ് തോട്ട് ഇസ് മലയാളം. തർക്കുത്തരമൊക്കെ വരുന്നത് എനിക്ക് ഫസ്റ്റ് വരുന്നത് മലയാളത്തിലാണ്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ അത് പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അത് പക്ഷെ ഈ ചോദ്യം ചോദിച്ച് ബാക്കിയുള്ള ഉത്തരം കേട്ടപ്പോഴാണ് മനസ്സിലായത് എല്ലാവർക്കും ഒരു ഉത്തരം ഉണ്ടെന്ന്, ഒരു ലാംഗ്വേജ് ഉണ്ടെന്ന്. എന്നെ സംബന്ധിച്ചോളം ഞാൻ മേ ബി ഐ വിൽ റൺ സം കോൺവെർസേഷൻസ് ഇൻ മൈ മൈൻഡ്, ബട്ട് ഐ ഡു നോട്ട് തിങ്ക് ഇൻ എനി ലാംഗ്വേജ്. ബിക്കോസ് എന്നെ സംബന്ധിച്ചോളം ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ തലയിൽ ഞാൻ എന്നോട് പറയുന്ന കാര്യത്തിൽ ഞാൻ എന്തിനാ ലാംഗ്വേജ് എന്നാ ഞാൻ എന്ത് ഭാഷയിൽ സംസാരിക്കും. സോ ഐ ആംഗ്യ തിങ്ക് ഭാഷയായിരിക്കും. മേ ബി വിഷ്വലി, വേർഡ്സ് ഒക്കെ ആയിരിക്കും. it might be visuals. but I don't Words use ഒക്കെ words ആയിരിക്കും also. ഹൈറോഗ്ലിഫ്സ്. But unfortunately ആ ഒരു സംഭവം എനിക്ക് ബാക്കിയുള്ളവരോട് ചോദിക്കണമെന്നുണ്ട്, പറയണമെന്നുണ്ട്. പക്ഷെ you can't see inside other people's head, they can't see inside your head. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണല്ലോ. ഭാഷയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ പ്രോജക്ട് ഹെയിൽ മേരി ആൻഡി വെയറിൻ്റെ ഇതില് ഭാഷ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഹൗ ദേ ലേൺ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ എന്നുള്ളത്. അതൊരു എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് പ്രിമൈസ് ആണ്. അതിൽ ഒരുപാട് സമയവും കൊടുത്തിട്ടുണ്ട് ആ ഭാഷ മനസ്സിലാക്കുന്നതിനും അവർ തമ്മിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസും. കാരണം ഒരു സ്ഥലത്തെ സോഷ്യൽ ഇൻട്രാക്ഷൻ അല്ല മറ്റൊരു സ്ഥലത്തെ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്നുള്ളത്. പറഞ്ഞ സ്പോയിലർ ആണ്. ഓർമ്മിച്ചത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാന്നൊക്കെ പറയും റോക്കി. ഭാഷയുടെ കാര്യം പറഞ്ഞില്ല. അയാളുടെ ജർമ്മൻ കൊളീഗ്, പുള്ളി സംസാരിക്കുമ്പോൾ ഭയങ്കര ജർമ്മൻ ആക്സെന്റിലാണ് പുള്ളി സംസാരിക്കും. പുള്ളി എനിക്ക് തോന്നുന്നു ഞാൻ പുള്ളിയെ പരിചയപ്പെടുമ്പോൾ പുള്ളി 10 വർഷത്തോളമായി ഓസ്ട്രേലിയയിൽ വന്നിട്ട്. പക്ഷെ ഹി സ്റ്റിൽ ഹാസ് ഗോട്ട് എ വെരി സ്ട്രോങ് ജർമ്മൻ ആക്സെന്റ്. പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, പുള്ളി ഒരു ദിവസം പറഞ്ഞു, ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം റിയലൈസ് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണാവോ, ഞാനിപ്പോ സ്വപ്നം കാണുന്നത് ഇംഗ്ലീഷിലാണ്.
അപ്പോഴാ ഞാൻ റിയലൈസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുന്ന പോലെ സ്വപ്നത്തിനും ഭാഷകളുണ്ട്. പക്ഷെ പുള്ളി പറയുന്ന പുള്ളി അത്രയും കാലം കണ്ടുവന്ന സ്വപ്നത്തിൽ പുള്ളിയുടെ കോൺവെർസേഷൻസ് മുഴുവൻ ജർമ്മനിലായിരുന്നു. ഈ ഇടയായിട്ട് പുള്ളി കാണുന്ന സ്വപ്നങ്ങൾ മുഴുവൻ ഇംഗ്ലീഷിലേക്ക് മാറി ആ ഒരു ട്രാൻസിഷൻ സംഭവിച്ചിട്ടുണ്ട് എവിടെയോ. അപ്പൊ ഞാനും ആലോചിച്ചു, ഞാൻ കുറെ നേരം ഇരുന്ന് ആലോചിച്ചു. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് സ്വപ്നത്തിൽ എന്ത് ഭാഷ സംസാരിക്കുന്നത് എനിക്ക് അറിഞ്ഞില്ല സത്യമായിട്ട്. He has grown softer. മറ്റേ നമ്മുടെ ട്രെവർ നോവയുടെ ഒരു സാധനമില്ലേ, ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ട്. റഷ്യൻ ആക്സെന്റ്, ഓരോ ആക്സെന്റ് ഭയങ്കര ടെറിഫൈങ് ആക്സെന്റ് ആന്നൊക്കെ പറഞ്ഞു. റഷ്യൻ ആക്സെന്റിനെ പറ്റി പറയുന്നില്ലേ, ഫ്ലഫി റാബിറ്റ്സ് ആൻഡ് ഗമ്മി ബിയർസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും എന്തോ പുള്ളി ഉദ്ദേശിക്കുന്ന ഫ്ലഫി റാബിറ്റ്സ് ആൻഡ് ഗമ്മി ബിയർ എന്നാണ്. പക്ഷെ പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് യു പ്ലേ എ വൈനൽ ബാക്ക്വേർഡ്സ്, ഡി ജെ പ്ലേയിങ് എ വൈനൽ ബാക്ക്വേർഡ്സ് എന്നാണ് പുള്ളി പറയുന്നത്. റഷ്യൻ ആക്സെന്റ് സ്ട്രോങ്ങസ്റ്റ് ആക്സെന്റ്സ് എന്നൊക്കെയാണ് പറയുന്നത്, റഷ്യനും ജർമ്മനും. പക്ഷെ അവർ പറയുന്നതൊക്കെ ഏറ്റവും എന്താ പറയാ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ലിറ്ററേച്ചർ ഒക്കെ വന്നിരിക്കുന്നത് റഷ്യനും ജർമ്മനിൽ നിന്നൊക്കെയാണ്. അല്ല മറ്റേ ഏതൊരു ഇതിലുണ്ടല്ലോ, ആർമഗഡനിലൊരു മറ്റേ റഷ്യൻ ആസ്ട്രോയിഡ് പറഞ്ഞ അമേരിക്കൻ സ്പെയർ പാർട്സ്, റഷ്യൻ സ്പെയർ പാർട്സ്, ഓൾ മെയ്ഡ് ഇൻ തായ്വാൻ. ഓൾ മെയ്ഡ് ഇൻ തായ്വാൻ. മെറിലേക്ക് ചെന്ന് കയറുന്നതല്ലേ ഇവര്, മെറിലേക്ക് ചെന്ന് കയറുന്നതാണ്. ഞാന് റഷ്യൻ ആ ഒരു റീജിയൻ ആള് വന്ന വൺ വെരി ബിഗ് ബിൽഡ് ആൾക്കാരുമാണ്. ഐഡിയ ഇപ്പൊ ഇടി വരുന്നുണ്ടെന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഗമ്മി ബേഴ്സും ചോക്ലേറ്റും ഉണ്ടോ എന്ന് ചോദിച്ചാലും നമുക്ക് ഇടി വരുന്നുണ്ട് എന്നുള്ള മാതിരി തോന്നല നമുക്ക് ഇന്റേണലി നമ്മുടെ തോട്ട് പ്രോസസ്. ഇപ്പൊ ഞാൻ കുറച്ചാള് ചൈനയിൽ പോയിരുന്നു ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് നല്ലൊരു റിച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് ശരിക്കും ചൈനീസ് ലാംഗ്വേജസ് ഒക്കെ ശ്രദ്ധിക്കുന്നത്. നമ്മൾക്കിപ്പോ ഇപ്പൊ ഒരു 2 വേർഡ്സ് ആണെങ്കിൽ അവർക്ക് 2 ലെറ്റേഴ്സ് വന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ചൈനീസ് കുളിവിനോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, ആ ഒരു ലെറ്റർ എന്ന് പറഞ്ഞത് നമ്മളുടെ ലെറ്റേഴ്സ് പോലുള്ള ശബ്ദങ്ങളല്ല, പിക്ചേഴ്സ് അല്ലേ, ഐഡിയോഗ്രാഫിക് ആണ്. അത് ഇറ്റ് റെപ്രസെന്റ്സ് ഐഡിയ. അപ്പൊ ആ സമയത്ത് ഇത് ഭയങ്കര ഇൻഎഫിഷ്യന്റ് വേ ഓഫ് റൈറ്റിംഗ് ആണ് എനിക്ക് തോന്നിയത്. കാരണം അയാൾ പറഞ്ഞെന്ന് വെച്ചാല് കൊച്ചുകുട്ടികൾ ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് they learn around 2000 characters or something. Actual Chinese there is almost 5000 to 6000 characters. അതുകൊണ്ട് അവർക്ക് റൈറ്റിംഗ് സിസ്റ്റം ഫോർ സിംപ്ലിഫൈഡ് ചൈനീസ് ഉണ്ട്, ട്രഡീഷണൽ ചൈനീസും ഉണ്ട്, 2 വ്യത്യസ്ത റൈറ്റിംഗ് സിസ്റ്റംസും ഉണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ ഐ ഫെൽറ്റ് ഇറ്റ് വാസ് വെരി ഇൻഎഫിഷ്യന്റ്. ആൻഡ് പിന്നെ ഞാൻ ആലോചിച്ച ഹൗ ക്യാൻ ദിസ് ബി ദേർ, how can this develop organically? Because this list feels like and stand the test of time. Yeah, I mean, it takes a lot of effort to communicate this throughout the generation. ആലോചിക്ക് 6000 characters ഒക്കെ മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് അഗെയിൻ അതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞത് പിന്നീട് മനസ്സിലായത്, ദിസ് റൈറ്റിംഗ് സിസ്റ്റം ഈസ് ലെജിബിൾ ഫോർ സ്പീക്കേഴ്സ് ഓഫ് ഡിഫറെന്റ് ലാംഗ്വേജസ്. കാരണം ഐഡിയ ആണ്, ഉച്ചാരണം വേറെ വേറെ രീതിയിലായിരിക്കും, പക്ഷെ ഇറ്റ് ക്യാൻ ബി സെയിം റൈറ്റിംഗ് സിസ്റ്റം. കാൻഡനീസ് സംസാരിക്കുന്ന മാൻഡനീസ് സംസാരിക്കുന്നവർക്കൊക്കെ ദേ ക്യാൻ റീഡ് ദ സെയിം തിങ്. ഈവൻ ജാപ്പനീസുകാർക്കും കൊറിയക്കാർക്കും ഒക്കെ അത് വായിക്കാൻ കഴിയും. അത് ഇത് ഞാൻ പണ്ടാരോ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, 3 ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ എന്നാണ് അർത്ഥം. അതെ, ഓക്കെ, 3 ലൈൻസ്. പിന്നെ അതിന്റെ അപ്പുറം ഇപ്പുറം ഒരു ഗ്രേറ്റർ ദാൻ ആൻഡ് ലെസ് ദാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാട്ടർ ആവുന്നത്. കാരണം റിവറിനെ നമ്മൾ സ്ക്വീസ് ചെയ്താൽ കിട്ടുന്നത് വാട്ടർ ആണ്. എന്നെ പഠിപ്പിച്ചു തന്ന ഇതുപോലെ ഒരു സംഭവമാണ്. ഇപ്പം റെസ്റ്റോറന്റ് മെനു നോക്കിയിട്ടാണ് പുള്ളി എനിക്ക് പഠിപ്പിച്ചു തരുന്നത് ചൈനീസ് കുളിക്ക്. അപ്പം അതില് ഇത് എന്ന് വെച്ചാൽ വാം എന്നാണ് അർത്ഥം. കാരണം ഇതിന്റെ പാത്രമുണ്ട്, അതിനകത്ത് വെള്ളമുണ്ട്, അടിയിൽ തീയുണ്ട്, എല്ലാം വരച്ച് കാണിച്ചു. എന്നിട്ട് പുള്ളി അത് സിംപ്ലിഫൈ ചെയ്ത്, നമ്മൾ കുറെ നാൾ ഇങ്ങനെ അത് എഴുതുന്തോറും നമ്മുടെ ലെറ്റർ ഇങ്ങനെ സിംപ്ലിഫൈഡ് ആയി വരുമല്ലോ. അതിൽ ഈ നാട് ഇങ്ങനെ വന്നേന്നൊക്കെ പുള്ളി പറഞ്ഞു. പിന്നെ കുറെ ഹിസ്റ്ററി പറഞ്ഞു. ലൈക്ക് അവരുടെ ഏറ്റവും കോംപ്ലക്സ് ക്യാരക്ടർ എന്ന് പറഞ്ഞത് 64 സ്ട്രോക്സ് ആണുള്ളത്. 4 ഡ്രാഗൺസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതൊരു ചൈനീസ് എംപററിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിച്ച ക്യാരക്ടറാണ്.
പിന്നെ അതിനെക്കാട്ടി എത്രയോ 100 ചില്ലാനം സ്ട്രോക്സ് ഉള്ള വേറൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞ്, അതായത് ന്യൂഡിൽസിന്റെ പേര് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിലിടാം. സാമ്പാറിന് എന്ത് പറയോ നോക്കാം. അല്ല ഇവർ ഈ സാമ്പാറിന് പുറത്തുനിന്ന് വാക്കില്ല. അല്ല ഇപ്പൊ പുറത്തുനിന്ന് എന്തെങ്കിലും അസിമുലേറ്റ് ചെയ്യണം, ഇപ്പൊ ഇതുപോലെ എന്തെങ്കിലും അവരുടെ കൾച്ചറിലേക്ക് മാറ്റുവാണെങ്കിൽ അതിന് പുതിയൊരു സ്ക്വികൾ ഉണ്ടാക്കണ്ടേ, അതായത് ഈ പറഞ്ഞ പോലെ പിക്ടോഗ്രാഫ് ഉണ്ടാക്കണ്ടേ. അത് അപ്പൊ ചൈനീസിൽ എനിക്ക് അറിയില്ല, പക്ഷെ ജാപ്പനീസിൽ അവർക്ക് വേറെ കുറെ അക്ഷരങ്ങളുണ്ട് ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അനദർ സെറ്റ് ഓഫ് സംഭവമാണ്. അക്ഷരങ്ങൾ. ടെക്നോളജി മാറുമ്പോൾ AI എന്നും മൊബൈലിൽ നിന്നൊക്കെ എഴുതാനായിട്ട് അവർ എന്താ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് അല്ലേ. പക്ഷെ ഇപ്പൊ നമുക്ക് ലെറ്റേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ സൗണ്ട് അങ്ങനെ എഴുതാമല്ലോ. നമുക്ക് AI-ൽ അതെ, എഴുതണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ എഴുതാനായിട്ട് കൊള്ളാലോ. ഈ ചൈനീസ് ക്യാരക്ടർ ശരിക്കും ഹൈറോഗ്ലിഫ്സ് മാതിരി തന്നെ സിമിലർ ടു ദാറ്റ് അല്ലേ. ചൈനീസ് ആൾക്കാർ ഇപ്പോഴും അതെ. ഉള്ളത് കൊണ്ട് അത് വായിക്കാൻ നമുക്ക് ആളുണ്ട്. ഈജിപ്ഷ്യൻസ് സർവൈവ് ചെയ്തില്ല, അതുകൊണ്ട് അവരുടെ ഹൈറോഗ്ലിഫ്സ് വായിക്കാൻ നമുക്ക് ഇറ്റ് ടുക്ക് us longer. റോസറ്റ എന്ന സ്റ്റോൺ പോലെ കണ്ടുപിടിക്കുന്നവര്. ആ ഒരു എന്താ പറയാ ഇൻഡെക്സോ അല്ലെങ്കിൽ ഒരു ഡീകോഡ് ചെയ്യാനൊന്നും. സോ ഇറ്റ്സ് വെരി സിമിലർ ടു അങ്ങനത്തെ ഒരു ഇത്. ഹൈറോ ലെറ്റേഴ്സ് എന്നല്ല പറയണ്ടേ, ശരിക്കും ഹൈറോഗ്ലിഫ്സ് തന്നെയാണ് ക്യാരക്ടേഴ്സ്. സോറി. എനിക്കൊന്ന് ഐഡിയോഗ്രാംസ് എന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. സോറി, ഞാൻ എവിടുന്നോ സംസാരിച്ച് എങ്ങോട്ടോ പോയി. നമ്മള് അറൈവലിൽ നിന്നാണ് ഇവിടെ എത്തിയത്. എത്തിയത് അതെ. അപ്പൊ ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പോ വേറെ നമുക്കിപ്പോ കളേഴ്സിനോടുള്ള റെഫറൻസുകൾ നമ്മളിപ്പം നമ്മളോട് ചോദിക്കുക എത്ര കളേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 7 കളേഴ്സ് എന്ന് പറയും. പക്ഷെ ഒരു ഓസ്ട്രേലിയൻ അബോർജിനോട് ചോദിക്കുകയാണെങ്കിൽ മഴവിലിന് 4 കളേഴ്സ് ഉണ്ടെന്നേ പറയും. കാരണം പുള്ളിക്കാരൻ 4 കളേഴ്സിനുള്ള പേരേ ഉള്ളൂ അവരുടെ ലാംഗ്വേജിൽ. ഓക്കെ. ഒന്ന് ആലോചിക്കുമ്പോ കറക്റ്റ് ആണ്. കാരണം ശരിക്കും പറഞ്ഞാൽ റെയിൻബോയിൽ നമുക്ക് 7 കളേഴ്സ് എന്ന് പറഞ്ഞ് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് അറിയാവുന്ന പേരുകളല്ലേ ഉപയോഗിക്കുന്നത്, വിബ്ജിയോർ പേരുകൾ. സോ ദേഴ്സ് എ ഗ്രേഡിയന്റ്. ആ ഗ്രേഡിയന്റിൽ എവിടെ വെച്ച് ഡിവൈഡ് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. പക്ഷെ മലയാളത്തില് വയലറ്റിനും ഇൻഡിഗോയ്ക്കും പേരുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഇപ്പൊ മഴവില്ലിന് ആ ഒരു 7 വർണ്ണങ്ങൾ ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോ ഈ 6 5 പാട്ട് തന്നെ കാണത്തുള്ളൂ. പണ്ട് നടരാജിന്റെ ഒരു റബ്ബർ ഉണ്ടായിരുന്നു, അത് നീലയാണോ പച്ചയാണോ ഇപ്പോഴും ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുക ക്ലാസ്സിൽ. ചിലരോട് ചോദിച്ചാൽ നീല, ചിലരോട് ചോദിച്ചാൽ പച്ച. ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് എന്തോ ഒരു സംഭവമാണ് വേറെ അല്ല, ഓരോരോ അത് പേര്. ആണുങ്ങളുടെ അടുത്ത് ചോദിച്ചാലാണ് ഉത്തരം കിട്ടാത്ത. പെണ്ണുങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ കറക്റ്റ് ഉത്തരം കിട്ടും. അത് ശരിയാ, ഒരു അത് 100 കളർ ഉണ്ടാവും. രസം എന്ന് വെച്ചാല് പഴയ ലിറ്ററേച്ചറിലൊക്കെ, ഗ്രീക്ക് ലിറ്ററേച്ചറിലൊക്കെ ഒരു ബ്ലൂ ഗ്രീൻ എന്നുള്ളത് വേർതിരിവൊന്നുമില്ല. നമ്മൾ പച്ചക്കടൽ എന്ന് പറയത്തില്ലേ, നീലയാണ് നീലാകാശം, കൺട്രോൾ. പച്ചക്കടൽ, ചുവന്ന ഭൂമി. അപ്പൊ പച്ചയും നീലയും തമ്മിൽ വേർതിരിവൊന്നും അവർ കാണുന്നില്ല, ഒറ്റ നിറമായിട്ട് കണക്കാക്കുന്നു ഗ്രീക്ക് സോഴ്സസിലൊക്കെ. അല്ലെങ്കിൽ ഈ കാലത്ത് കാറ് വാങ്ങാൻ ചെന്നാൽ മതി, ഇല്ലാത്ത ചുമ്മാ ഗ്രേ ആയിരിക്കും, എന്നെ പിടിച്ച് ഗ്രാവിറ്റി ഗ്രേ, മറ്റേ ഇലക്ട്രിക് റെഡ് എന്നൊക്കെ പറഞ്ഞ് കുറെ പേരൊക്കെ ഇടും. ഞാനൊരിക്കലും ഒരു ലിപ്സ്റ്റിക് വാങ്ങാൻ പോയതാ, കളറ് പറഞ്ഞതാ ഫൂഷ്യ. റെഡ് ആയിരിക്കും പറഞ്ഞത്. ഫൂഷ്യ ഉഷ്യ. പിങ്ക് അത് പിങ്ക് അല്ല, പിങ്കിന്റെ ഏതോ ഒരു അതല്ല, പെർട്ടിക്കുലർ പിങ്ക്. ഈ HTML പഠിക്കുന്ന സമയത്ത് കുറെ ഇതുപോലെ സാധനങ്ങൾ ഞാൻ ആദ്യം പേര് കൊടുക്കായിരുന്നു. ടീൽ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനം. സിയാൻ. പണ്ട് ഈ ഇംഗ്ലീഷ് നോവലുകളിലാണല്ലോ നമ്മൾ ഈ ബ്ലൂ കളർ ഐസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അത് പലതരം ബ്ലൂ ഉണ്ട്. ആകാശത്തിന്റെ ബ്ലൂ, അതുമാതിരി ഇതൊരു ഫ്ലവർ ഉണ്ട്, അവർ എപ്പോഴും പറയുന്നതാ അങ്ങനത്തെ ഒരു ബ്ലൂ, ഭയങ്കര ലൈറ്റ് ഒരു ബ്ലൂ ആണത്. ഇനി മറന്നുപോയി, ഇങ്ങനെ പല ക്യാരക്ടേഴ്സിന്റെ കണ്ണുകളുടെ കളർ പറയും. ടച്ച് ചെയ്യാൻ ഞാൻ പറയായിരുന്നു. അപ്പൊ സയൻസ് ആണ് സെന്റർ സ്റ്റേജ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു കഥയില് ഇറ്റ്സ് മോർ അബൌട്ട് ഡിറ്റർമിനിസം. നമുക്ക് ഫ്യൂച്ചർ അറിയാമെങ്കിൽ ക്യാൻ വി ചേഞ്ച് എന്നുള്ളത്. ഇപ്പം സ്പോയിലേഴ്സ് പറയുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പം എക്സലേഷൻ എന്നുള്ള കഥ കൃഷ്ണകുമാർ മേടിക്കാൻ പോവല്ലേ, ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയത്തില്ല, പക്ഷെ എന്നാലും
അതിലൊരു ഇൻട്രസ്റ്റിംഗ് നോഷൻ ഉണ്ട്. ലൈക്ക് അതിലെ മെയിൻ ക്യാരക്ടർ ഹീസ് നോട്ട് എ ഹ്യൂമൻ ലൈഫ് ഫോം. അപ്പം വാട്ട് ഹി നോട്ടീസസ് ഇസ് ദാറ്റ് പതുക്കെ all the clocks around him are going faster. ഒറ്റ ക്ലോക്ക് അല്ല, എല്ലാ ക്ലോക്സും ഇറ്റ്സ് ഗോയിങ് ഫാസ്റ്റ് ദാൻ യൂഷ്വൽ. അപ്പം ആദ്യം ഇതൊരു സിംഗിൾ ക്ലോക്ക് ആണെങ്കിൽ ഓക്കെ ഇറ്റ് കുഡ് ബി എ മാൽ ഫങ്ഷൻ, ബട്ട് ഹി നോട്ടീസ് ദാറ്റ് ഇറ്റ് ഹാപ്പൻസ് ടു ഓൾ ദ ക്ലോക്സ്. പുള്ളിക്ക് തോന്നുന്നതല്ല, ഇറ്റ് ഈസ് ഗോയിങ് ഫാസ്റ്റ്. ഈവൻച്വലി ഹി റിയലൈസസ് ദാറ്റ് അത് ഫാസ്റ്റർ ആകുന്നതല്ല, the mechanics in his brain is going slower. അതാണ് സംഭവം. Your brain is slowing down, so you're perceiving time much faster. അപ്പൊ അതിന് കാരണം ആക്ച്വലി അതിന്റെ എയറിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ചേഞ്ച് കൊണ്ടാണ്. എയർ ഈസ് ബിക്കമിങ് ഹെവിയർ, so that's affect the flow of some mechanical stuff in his brain, something neurons. But again, it gives that perspective like time is relative എന്നുള്ളതിന് നല്ലൊരു എക്സ്പ്ലനേഷൻ ആണ്, ഡിസ്ക്രിപ്ഷൻ ആണ് സ്റ്റോറി. പിന്നെ ടെഡ് ചാങ്ങിന്റെ സ്റ്റോറീസിലൊക്കെ ഉള്ളൊരു ബിബ്ലിക്കൽ തീംസ് നല്ലോണം വരുന്നുണ്ട്. ബേബൽ ഏഞ്ചൽസ്, അല്ലെ, ടവർ ഓഫ് ബേബൽ. ടവർ ഓഫ് ബേബൽ അടിപൊളിയാണ്. അത് സെറ്റ് ചെയ്തിരിക്കുന്ന വേൾഡ് എന്ന് വെച്ചാൽ തന്നെ ലാംഗ്വേജസ് ബിബ്ലിക്കൽ വേൾഡ് ആണ്, നമ്മുടെ യൂണിവേഴ്സ് അല്ല. ആൻഡ് ഇറ്റ്സ് സോ വിവിഡ്, ഇറ്റ്സ് സോ വെൽ ഡീറ്റെയിൽഡ്. അപ്പൊ ടവർ ഓഫ് ബേബൽ എനിക്ക് തോന്നുന്നു എത്രയോ ജനറേഷൻസ് ആയിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടവറാണ്. അതില് ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരുന്നതാണ്. പുള്ളി ഈജിപ്തിലോ എവിടെ നിന്നോ ആണ് പുള്ളി കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് തരാം. ടവർ ഓഫ് ബേബൽ എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ഒരു രാജാവ് പണിയുന്ന ടവറാണ്. ദൈവത്തിന് അടുത്ത് എത്താൻ വേണ്ടി ബിൽഡ് ചെയ്യുന്ന ടവറാണ്. അപ്പൊ ആ ടവർ ബിൽഡ് ചെയ്ത് അത് മനുഷ്യന്റെ അഹങ്കാരമായിട്ടാണ് കണക്കാക്കുന്നത്. അത് അങ്ങ് ഉയരത്തിൽ ചെല്ലുമ്പോൾ അത് പൊളിഞ്ഞു വീഴുകയും ആ സമയത്ത് ഇത് രണ്ടാമത് ഈ ടവർ പണിയാതിരിക്കാൻ വേണ്ടി ദൈവം ഒരു പണി കൊടുക്കും മനുഷ്യന്മാർക്ക്. അവർക്കെല്ലാം പല പല ഭാഷകൾ കൊടുക്കും. അപ്പൊ ഈ മനുഷ്യർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാതാവും ഈ പല പല ഭാഷയായതുകൊണ്ട്. അങ്ങനെ അവര് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് തമ്മിൽ അടിച്ച് പിരിഞ്ഞ് സ്പ്രെഡ് ആവും. സോ ദേ കാണ്ട് യുണൈറ്റ് ആൻഡ് ബിൽഡ് അനദർ ടവർ. ദാറ്റ്സ് ദ ബിബ്ലിക്കൽ സ്റ്റോറി. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇയാൾ ഈ ടവറിന്റെ മേലിലോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ കൊണ്ടുപോകുമ്പോൾ കുറെ കഴിയുമ്പം ഈ ടവറിനകത്ത് തന്നെ സൈഡിൽ താമസിക്കുന്ന, ടവർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എനോർമസ് ടവർ. അപ്പൊ ആ ടവറിൽ തന്നെ പല പല അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പാർട്ട്മെന്റ്സിലൊന്നും ഈ ഭൂമി കാണാത്ത ആൾക്കാരുണ്ട്. ആ ടവറിൽ തന്നെ ജനിച്ച് വളർന്ന് മരിച്ചവരൊക്കെ ഉണ്ട്. അവിടെ തന്നെ കൃഷി ചെയ്യുന്നവരുണ്ട്. ഇത് ഇങ്ങനെ അവർ ഈ കൺസ്ട്രക്ഷൻ ചെയ്യുകയാണ്. തൊട്ട് മുകളിലത്തെ നിലയ്ക്ക് വേണ്ടിയായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ മേലോട്ട് പോവാണ്. പുള്ളി ഇങ്ങനെ കാലങ്ങളോളം മാസങ്ങളും എനിക്കൊന്ന് വർഷങ്ങളോളം ഒക്കെ എടുക്കുന്നു മുകളിൽ ചെല്ലും. ഒരു ഭാഗത്തെത്തുമ്പോ ഹി ക്യാൻ സീ ദ സൺ ആൻഡ് മൂൺ ഗോയിങ് അറൌണ്ട് ദ ടവർ. അപ്പോഴാണ് നമുക്കും ക്ലിക്ക് ചെയ്യുന്നത്, ഇത് നമ്മുടെ വേൾഡ് അല്ല, ഇവിടെ വേറെ ഫിസിക്സ് ആണ്, വേറെ വേൾഡ് ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അതും കഴിഞ്ഞു പോകും. കഴിഞ്ഞ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ അവര് ഹെവന്റെ ഫെർമമെന്റിൽ എത്തുമെന്നാണ്. ഫെർമമെന്റ് എന്നുള്ള വാക്കാണ് ബൈബിളിസ്റ്റ് നമ്മൾ കാണുന്നത്, അതേ വേർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എന്ത് മെറ്റീരിയൽ ആണെന്ന് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അവർക്ക് പേടി, ഇത് കുത്തിപ്പൊളിക്കുമ്പോൾ പ്രളയത്തിന്റെ ജലം വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഈജിപ്ഷ്യൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരുന്ന ഒരു ആർക്കിടെക്റ്റ് ആണ് പുള്ളിയെ കൊണ്ടുവന്നിട്ട് അത് തുറന്നു കയറാനുള്ള ശ്രമിക്കുന്നത്. ഇനി എന്റെ കഥയുടെ അവസാനം ഞാൻ പറയുന്നില്ല, കുറെ പറഞ്ഞു. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സ്റ്റോറി. പിന്നെ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ പുള്ളിയുടെ സ്റ്റോറി. സോ ബേസിക്കലി അത് നമ്മുടെ ലിമിറ്റ്ലെസ് പടമില്ലേ, കണ്ടിട്ടുണ്ടോ? മറ്റേ ബ്രാഡ്ലി കൂപ്പർ മറ്റേ പില്ലിന്റെ പടം അല്ലേ? ഫിലിന്റെ. അപ്പൊ അതേപോലെ ഒരു ഫിലിമാണ്, അതേപോലെ ഒരു സ്റ്റോറിയാണ് ഇതിന്റെ. അപ്പൊ ഇതിനകത്ത് പുള്ളിക്ക് എന്തോ ഒരു ബ്രെയിൻ ഡിസോർഡറോ സം മെഡിക്കൽ എമർജൻസി കാരണം ഒരു എക്സ്പെരിമെന്റൽ ഡ്രഗോ എന്തോ കൊടുക്കുന്നതാണ്. ആൻഡ് ദേ ആർ ഒബ്സർവിങ് ഓൾ ദോസ് പീപ്പിൾ ഹു ആർ ടേക്കൺ ദിസ് ഡ്രഗ്. പുള്ളി ആ ഡ്രഗ് ഇൻടേക്ക് ചെയ്ത ശേഷം പുള്ളിയുടെ ബുദ്ധി അങ്ങ് ഭയങ്കരമായിട്ട് വികസിക്കുമ്പോ തന്നെ
ഇമ്മീഡിയറ്റ്ലി പുള്ളിയുടെ പ്ലാൻ ഫുൾ അങ്ങ് ചേഞ്ച് ആവും. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ ഈ ഫോളോ അപ്പ് ഡോക്ടേഴ്സ് വന്ന് ചോദിക്കുമ്പോഴൊക്കെ പുള്ളി പറയും ഒന്നുമില്ല. കാരണം അപ്പോഴേക്ക് പുള്ളി എല്ലാം ഹീ സ്റ്റാർട്സ് ടു ഫോർസീ എവറിത്തിങ്. ബേസിക്കലി പറയുന്ന ഇതാണ്, നമുക്ക് ബുദ്ധിയും ഒരുപാട് ഇൻഫർമേഷൻ കൈ കിട്ടുമ്പോൾ വി കൻ ഓൾമോസ്റ്റ് പ്രഡിക്ട് ദ ഫ്യൂച്ചർ. ഈവൻ ഫിലോസഫിയിൽ ഒരു ടേം ഉണ്ട്, ലാപ്ലാസ് ഡീമൺ എന്ന് പറയുന്നത്. ബേസിക്കലി at a certain point of time, if you have the knowledge about everything, every single particle in this universe, you can actually predict the future or even see the past. So coming back to the story, ഇദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഗവൺമെന്റ് ഏജൻസീസ് എല്ലാം പുള്ളിയുടെ പുറകെ വരും, എന്നിട്ട് പുള്ളിയെ ഡൈസെക്ട് ചെയ്യും, അതോടെ പുള്ളിയുടെ കാര്യം തീരും. സോ സ്റ്റാർട്ട്സ്, അത് പുള്ളി കള്ളം പറയും, എന്നിട്ട് പുള്ളിക്ക് അറിയാം they will eventually come back. So he changes his life. He removes traces of himself from all databases in this world. പുള്ളി അത് ഹാക്ക് ചെയ്ത് എല്ലാം പുള്ളിയുടെ ട്രേസസ് കളയും. Eventually he finds out there is one more person like him. എന്നിട്ട് they decide that they are threat to each other. Anyway, അതിന്റെ കഥയുടെ അവസാനം ഞാൻ പറയുന്നില്ല, പക്ഷേ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രൊമൈസ്. അഗൈൻ ഇതിന്റെ ആ ഒരു സയന്റിഫിക് ഫിലോസഫിയാണ് ആ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുന്നത്. ഡിറ്റർമിനിസം അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി ഡിറ്റർമിനിസം ആണ് പുള്ളിയുടെ കൂടുതലും കാണുന്നത്. വേറൊരു സ്റ്റോറി ഉണ്ട് സിമിലർ, കിട്ടുന്നില്ല, ഇത് സിമിലർ ആയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ബിബ്ലിക്കൽ തീംസ് കുറെ വരുന്നുണ്ടെന്ന്. ഓംഫാലോസ് എന്ന് പറഞ്ഞൊരു സ്റ്റോറിയാണ്. ഓംഫാലോസ് എന്ന് പറയുന്നത് ബേസിക്കലി പൊക്കിളാണ്. ഇപ്പൊ ഇത് കുറെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിക്കുന്നതാണ്. ചില പഴയ ട്രീസ് ഒക്കെ ഇത് ഈ ആർക്കിയോളജിസ്റ്റ് പാലിയോളജിസ്റ്റുകൾ കുഴിച്ചെടുക്കുമ്പോൾ ചില മരങ്ങൾക്കൊക്കെ ഒന്നും ട്രീ റിങ്സ് ഇല്ല. ട്രീ റിങ്സ് ഇല്ലെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ മരങ്ങൾക്ക് ഇത് പ്രായമായിട്ടില്ല, ഇത് അങ്ങനെ സൃഷ്ടിച്ചതാണ്. ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ ഒടിച്ച് അഡൾട്ട് ട്രീ ആയിട്ട് അങ്ങ് സൃഷ്ടിച്ചതാണ്. ഒരു തൈയിൽ നിന്നാ വളരുന്നെങ്കിൽ ട്രീ റിങ്സ് ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല. അതേസമയമാണ് ചിലിയിലോ എവിടെയോ ഒരു ഡെസേർട്ടിൽ പഴയ ഹ്യൂമൻസിന്റെ മമ്മിഫൈഡ് റിമൈൻസ് കണ്ടുപിടിക്കുന്നത്. അതിലൊന്നും പൊക്കിളില്ല ഈ മനുഷ്യർക്ക്. അത് ദൈവം പോകുന്ന സൃഷ്ടിച്ചാണ്. അപ്പൊ ഇതിന് വലിയ സംഭവമായിട്ട് ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ച് ആൾക്കാരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുമ്പോഴാണ് വേറൊരു സയന്റിസ്റ്റിന്റെ മോളോ എന്തോ വരുന്നത്. അപ്പൊ അവർക്ക് ഇതിനെക്കാട്ടി വലിയ ഡിസ്കവറി ഉണ്ട്. അപ്പൊ ആ വരുന്ന പെൺകുട്ടിയുടെ അച്ഛൻ ഒരു അസ്ട്രോണമറാണ്. പുള്ളി വേറൊരു പ്ലാനറ്റ് കണ്ടുപിടിച്ചു. അപ്പൊ എന്തൊക്കെയോ കാൽക്കുലേഷൻസ് വെച്ച് നോക്കിയപ്പോ the normal rules of orbital physics, it's not working there. It's like there is a single planet, everything around the galaxy is moving around that planet. അതായത് that is the center of universe. അപ്പൊ ഒരു മെയിൻ കണ്ടുപിടുത്തം ചെയ്താണ്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നു നമ്മൾ താമസിക്കുന്ന എർത്ത് ഇല്ലേ, അതൊരു എന്താ പറയുന്നത് ഡ്രാഫ്റ്റ് കോപ്പിയാണ്. അതാണ് ഒറിജിനൽ. നമ്മളെ ജസ്റ്റ് വേർഷൻ 0.1 നമ്മളെ വർക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് പോരാന്ന് തോന്നി കളഞ്ഞിട്ട് ദൈവം വേറെ ഇതിന് പോയതാണ്. സോറി, ഞാൻ നേരത്തെ ഡിറ്റർമിനിസത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, പുള്ളിയുടെ സാൻഡ് ബോക്സ് ആയിരുന്നു ശരിക്കും, സ്ക്രാച്ച് പാഡ് ആയിരുന്നു. ഇത് കുഴപ്പമില്ല, എടുത്തു. ദൈവം ഉണ്ടാക്കി ഉപേക്ഷിച്ചിട്ട് പോയതാ. It's a very nice take because നമ്മൾ ഇതും ബിബ്ലിക്കൽ തീംസും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഷ്യാലിറ്റി, ഡിറ്റർമിനിസം അതുമാണ്. ഒരു സ്റ്റോറിയിൽ പ്രെഡിക്ടർ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്. അപ്പൊ ആ മെഷീനിൽ നമ്മുടെ ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. സ്വിച്ച് ഒരു ലൈറ്റും ഉണ്ട്. നമ്മൾ ആ സ്വിച്ച് ഞെക്കുമ്പോൾ ലൈറ്റ് കത്തും.
ഒറ്റ പ്രശ്നമുള്ള സ്വിച്ച് തൊടുന്നതിന് തൊട്ട് മുന്നെയാണ് ആ ലൈറ്റ് കത്തുന്നത്. ദാറ്റ് മീൻസ് യു ഷുഡ് ഹാവ് ദ ഇന്റൻഷൻ ഉണ്ടെങ്കിലേ ലൈറ്റ്. അത് ഓക്കെ. ആ സാധനം ഇറങ്ങുമ്പോഴേക്ക് എല്ലാവരുടെ കിളി പോകും. കാര്യം എന്ന് വെച്ചാൽ ബേസിക്കലി ദർ ഇസ് നോ ഫ്രീ വിൽ. കാരണം നമ്മൾ ഇനി പറ്റിക്കണമെന്ന് വിചാരിച്ച് തൊടാതിരിക്കുകയാണെങ്കിൽ കത്ത്. ലൈറ്റ് ഉം. കത്തില്ല. തൊടാതിരിക്കുകയാണെങ്കിൽ തൊടില്ല പറ്റിക്കുമെന്നുള്ള രീതിയിൽ വിരൽ കൊണ്ടുവരുമ്പോഴേക്ക് കത്തില്ല. പക്ഷെ തൊട്ടാലേ അത് കത്തത്തുള്ളൂ. തൊടുമെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിലേ കത്തത്തുള്ളൂ. ഓക്കെ. ബേസിക്കലി ആൾക്കാരുടെ കിളി മൊത്തം പോകും. ഇനി ടച്ച് ചെയ്യാൻ കുറെ എടുത്തു. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലത്. ഈ ഇത് സാധനം. ഇതൊക്കെ എക്സലേഷനിനകത്തുള്ള കഥകളാണോ? എനിക്കൊന്ന് ഈ ഒംഫാലോസ് എക്സലേഷനുള്ളതാണെന്ന് തോന്നുന്നു. ഓക്കെ. സ്റ്റോറി അണ്ടർസ്റ്റാൻഡ് ഇതില്ല, സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഓക്കെ. അണ്ടർസ്റ്റാൻഡും Fine. ടവർ ഓഫ് ബാബിലോൺ അതൊക്കെ. ആക്ച്വലി ഈ മറ്റേ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഏതോ കോളേജ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എങ്ങാണ്ട് വായിച്ചതാണ്. ഇപ്പം BA ലിറ്ററേച്ചറിൻ്റെയോ എന്തിൻ്റെയോ ആണ്. ഐസാക് അസിമോവിൻ്റെ കഥയാണ്. സം ഡേ എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അതായത് എന്തോ ഫാർ ഇൻ ടു ഫ്യൂച്ചർ. ആക്ച്വലി അപ്പോൾ റീഡിങ്ങും റൈറ്റിങ്ങും ഇല്ല, ആളുകളതൊക്കെ മറന്നുപോയി. ഈവൻ ലൈബ്രറിയിൽ മറ്റേ ബുക്സൊക്കെ ഒരു മ്യൂസിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ആളുകൾ എല്ലാവരും കമ്പ്യൂട്ടർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. മൊത്തം വെർബൽ ആൻഡ് വിഷ്വൽ ക്യൂസ് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷനും ഇൻഫർമേഷനൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത്. എഴുത്തും വായനയും വേണ്ട, അങ്ങനത്തെ ഒരു ലോകമാണ്. അപ്പോൾ ഒരു ഒരു ഈ കമ്പ്യൂട്ടർ ഉണ്ട്, ബാഡ് എന്ന് പറഞ്ഞിട്ട്. ബാഡ് എന്ന് വെച്ചാൽ അതൊരു ബ്രാൻഡാണ്. എല്ലാ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കഥ കേൾക്കാൻ വേണ്ടിയിട്ടൊരു സാധനം, കഥകൾ പറയലും അങ്ങനത്തെ ഒരു സംഭവമാണ്. അതൊരു ഒരു ചാറ്റ് ബോട്ട് പോലെ. നമ്മൾ ചോദിച്ചൊരു കഥ രാത്രി എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് ഒരു ബെഡ് ടൈം സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് പിള്ളേർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലൊരു പയ്യൻ, വേറൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ ഇച്ചിരി കുറച്ച് ഇവൻ്റെ ഓൾഡറാണ്, ഇവൻ്റെ ബ്രദറാണെന്ന് തോന്നുന്നു. അപ്പോൾ അവനോട് പറയുന്നത്, എനിക്ക് ഇത് കേട്ട് മടുത്തു, കാരണം ഇതിൽ പറയുന്ന കഥകളൊക്കെ പഴയ രാജാവിൻ്റെയും ഇതിൻ്റെയൊക്കെ കഥയാണ്, കുറച്ചുകൂടി ഇതിനും ഒന്ന് മോഡേണൈസ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ പുള്ളി ഞാനിങ്ങനെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പുള്ളി എന്തോ ഹിസ്റ്ററിയുടെ എന്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, ഇതിൻ്റെ പേര് ബുക്ക് എന്നാണ്. ഈ ബുക്കിൽ ഇങ്ങനെ ഈ സംഭവം, ഈ ഡാർക്ക് സാധനം കണ്ടോ, ഇതിൻ്റെ പേര് സ്ക്വിഗിൾസ് എന്നാണ്. ഇങ്ങനെയാണ് ആളുകൾ പണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. എഴുത്തും അങ്ങനെ ഇങ്ങനെ എഴുതും. ഈ മാർക്സ് വായിക്കാൻ പറ്റുമായിരുന്നു. ഞാനിപ്പോൾ അത് വായിക്കാൻ പഠിക്കുവാണ്. എൻ്റെ പ്രൊഫസറിനെ ഇതിൻ്റെ എക്സ്പേർട്ടാണ്, പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഇതിലേക്ക് ഫീഡ് ചെയ്യും. ഈ സാധനത്തിലേക്ക് ഫീഡ് ചെയ്യാൻ എന്തോ മെക്കാനിസം ഉണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഐസക് അസിമോവിൻ്റെ അന്നത്തെ പരിമിതമായുള്ള സംഭവം വെച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ സംഭവം കാണിക്കുന്നത്. അപ്പോൾ ഈ ബാഡ് കഥ പറയാൻ തുടങ്ങും. പക്ഷെ കഥ പറയുമ്പോൾ രാജാവും രാജ്ഞിയൊക്കെ മാറി, പകരം സ്പേസും ഇതൊക്കെ വരും. കഥയൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ സാധനങ്ങൾ മാറിയെന്നുള്ളൂ. അപ്പോൾ ഇവർ പറയും ഇത് ശരിയാവുന്നില്ല, പഴയ ബോംബ് കഥ. പഴയ കഥ തന്നെയാണ്. അതിനകത്ത് ആകെ മാറിയിരിക്കുന്നത് കുറേ ഫ്ലൈയിങ് സോസറും മറ്റേതും മറിച്ചതൊക്കെ വന്നേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പുള്ളി അത് ഒഴിവാക്കിയിട്ട് അവർ നടന്നു പോകുന്ന വഴിക്ക് എന്താണ്ട് ഇവനൊരു ചവിട്ട് കൊടുക്കും ഈ പയ്യൻ. അപ്പോൾ ചവിട്ടുമ്പോൾ ഈ സാധനത്തിന് എന്തോ സെന്റിയൻസ് വരുന്നത് പോലെ അതിങ്ങനെ കഥ പറയാൻ തുടങ്ങും, സ്വന്തം കഥ പറയാൻ തുടങ്ങും. ഇവരത് കേൾക്കുന്നില്ല, ഓഫ് സ്ക്രീൻ ഈ കഥ ഇങ്ങനെ പറയുവാണ്. സം ഡേ എന്ന് പറഞ്ഞൊരു ഞങ്ങൾ ഒരിക്കൽ, അതായത് ഈ ഹ്യൂമൻസിൻ്റെ അടിമത്തത്തിലായിരുന്നു ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ മോചിതരാകും, സം ഡേ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നല്ല എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കഥയാണ്. സംഭവം അത് വായിച്ചു നോക്കുന്നുണ്ട്. കാരണം ഈ സെന്റിയൻസിന് തൊട്ട് മുമ്പുള്ളൊരു സംഭവമാണ് കാണിക്കുന്നത്. നല്ലൊരു കഥയാണത്. ഒരു ചെറിയ കഥയാണ് എങ്കിലും അത്യാവശ്യം അങ്ങനെ ഒരു കാലം, ഭയപ്പെടുത്തുന്നൊരു കാലമാണ് ശരിക്കും, എഴുത്തും വായനയും ഇല്ലാത്തൊരു കാലം. അതിന്റെ ഒരു പ്രിക്കഴ്സർ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മളെ പിള്ളേരൊക്കെ ഇപ്പൊ ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പോ ഉണ്ടല്ലോ, നേരെ ചാറ്റ് ജിപിടിയോട് പോയി ആ ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പഠിച്ചോണ്ടെങ്കിൽ വരും. അത് വായിച്ചു പോലും നോക്കുന്നില്ല. സാഡ് തിങ്. ബിക്കോസ് നമ്മളൊക്കെ ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെറ്റിൽ പോയി ഗൂഗിൾ ചെയ്യുന്നതിന്, അന്ന് നമ്മൾ ഗൂഗിളിനോടും ആൾക്കാർക്ക് കുറച്ചൊരു അവേർഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഗൂഗിൾ ചെയ്യുമ്പോഴും നമ്മൾ സോഴ്സസ് ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ടൊക്കെ എടുത്തോണ്ടിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ചാറ്റ് ജിപിടിയോട് പറയുകയാണെന്ന് തിങ്ക് ഫോർ അസ് എന്ന് പറയാം. മറ്റേ പോസ്റ്റ് വൈറലായല്ലേ പാകിസ്ഥാൻ ന്യൂസ് പേപ്പറിന്റെ കാര്യം. അവരെ റിപ്പോർട്ട് എടുത്തിട്ട് അവസാനം ചാറ്റ് ജിപിടിയുടെ മറ്റേത് വന്നിട്ടുണ്ട്, ഇഫ് യു വാണ്ട് എ മോർ ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ഐ ക്യാൻ പ്ലീസ് സേ യെസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അവസാനം വരുന്നുണ്ട്. അത് അതേപോലെ അടിച്ചു കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു.
ഈ ഒരു ടീച്ചർ ചാറ്റ് ജി പി ടി വഴി പിള്ളേർ ഹോംവർക്ക് ചെയ്യുന്നു മനസ്സിലായപ്പോൾ പുള്ളിക്കാരി ഒരു പരിപാടി ഒപ്പിച്ചു. ഇവർക്ക് എല്ലാവർക്കും ഇമെയിൽ മറ്റേ ഡോക്കായിട്ടാണ് അയക്കുന്നത്. പുള്ളിക്കാരി അതിനകത്ത് മറ്റേ വൈറ്റ് ഫോൺ കളറിൽ ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്തു, എന്തോ ഒരു റാൻഡം ടെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവരത് കോപ്പി ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് അവരുടെ അസൈൻമെൻറ്റിൽ. അപ്പോൾ ആ ടെക്സ്റ്റ് അതേപോലെ ആ ടെക്സ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ആൻസർ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി അവരെ ഫെയിൽ ചെയ്യുവാണ്. അങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഞാൻ എവിടെയോ അടിപൊളി. See, the good bit about ChatGPT is നമ്മൾ നേരിട്ട് ചോദിക്കാണ്ട് ഗൂഗിൾ ചെയ്യുന്നതിന് പകരം നമുക്ക് ലിങ്ക്സ് തരൂ എന്ന്, സോഴ്സസ് തരൂ എന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ട് ലിങ്ക് മേടിപ്പിച്ചിട്ട് ചെയ്യുന്നതിൽ എനിക്ക് ഐ ഫൈൻഡ് യൂണിവേഴ്സിറ്റി വർക്ക് ലോട്ട് ഈസിയർ വെൻ ഐ ഡു ദാറ്റ്. ഗൂഗിൾ ചെയ്യുന്നതിലും എളുപ്പം അവരോട് പറയാം ഇത് വേണ്ട ലിങ്ക്സ് തപ്പി തരൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ലിങ്ക്സ് തരും. ചിലത് തുറക്കില്ല, ചിലത് തുറക്കും. അതൊന്ന് ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പക്ഷെ പിള്ളേരതെങ്ങനെ യൂസ് ചെയ്യുന്നു, ടെക്നോളജി ഒരു ടൂളാണല്ലോ, അതെങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ടെക്നോളജി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതെങ്ങനെ ഉപയോഗിക്കുന്നു. പക്ഷെ മനുഷ്യരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല, കാരണം മനുഷ്യരുടെ സ്വഭാവം കാണിക്കുന്നത്. ഇഫ് ദാറ്റ്സ് എ ഈസി വേ ഔട്ട് ദേ വിൽ ടേക്ക് ദാറ്റ് ഈസി വേ ഔട്ട്. ഈസിയർ, എന്തിനാ ബുദ്ധിമുട്ടാണ്? അതാണ് ഞാനിപ്പോ പിള്ളേരുടെ പെർസ്പെക്റ്റീവില് പറയാണ്. അപ്പം നമുക്കിപ്പം സോഴ്സ് ഇപ്പം ഞാൻ എടുക്കുവാണെങ്കിൽ അതിന്റെ സോഴ്സസ് ചോദിക്കും. കാരണം എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞാനൊരു ചോദ്യം ചോദിച്ചു, അത് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊരു ആൻസർ തന്നു. എന്നിട്ട് ഞാൻ എന്റെ ഇതിന്റെയൊക്കെ സോഴ്സസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പ്ലീസ് ഡിസ്റിഗാർഡ് വാട്ട് എവർ ഐ സെഡ് ബിഫോർ, ദർ ഈസ് നോ പ്രൂഫ് ഓഫ് ദിസ് എന്ന് പറഞ്ഞ ഒറ്റ അടിക്ക് പറഞ്ഞു. ഞാൻ പിന്നെ അതിന്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് പോലും കാണുന്നില്ല. ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കാവോ? ഞാൻ പിന്നെ ഓഫ്ലൈനിൽ ഞാൻ പറയാം എക്സാക്ട് ചോദ്യവും എന്തൊക്കെയാണ് ഞാൻ പിന്നെ പറയാം. സോഴ്സ് ഇല്ല. ഒരു ബുക്കിന്റെ കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. അത് ഞാൻ റീസെന്റ് ഈ അഭിലാഷ് മേലേതിൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്രിട്ടിക് ഉണ്ട്. പുള്ളി ഫേസ്ബുക്കിൽ ഓത്തറും കൂടിയാണ്. ആളൊരു ഇച്ചിരി എന്താ പറയാ, ചിലർക്കൊക്കെ ഇച്ചിരി ഇറുക്ക് ചെയ്യുന്ന ഒരാളാണ് ആളുടെ ഒരു ബുക്കാണ് ചിൽഡ്രൻ സീരീസ്. പുള്ളി പറഞ്ഞതാണ്, പുള്ളി റെക്കമെൻഡ് ചെയ്തൊരു ബുക്കാണ് സയൻസ് ഫിക്ഷനിൽ. അങ്ങനെ അത്യാവശ്യം പുള്ളിയുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ അത്യാവശ്യം കൊള്ളാവുന്ന സംഭവമാണ്. പക്ഷേ നമുക്കത് വായിക്കാനുള്ള സമയമോ ചിലപ്പോൾ അത് വായിക്കാനുള്ള നോളജോ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഓഡിബിളിൽ കണ്ടപ്പോൾ അങ്ങ് എടുത്ത് വായിച്ചു. ചിൽഡ്രൻ സീരീസാണ്. ചിൽഡ്രൻ സീരീസിൽ ചിൽഡ്രൻ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. അത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് വായിക്കാം, കാരണം ഇത് ഫസ്റ്റ് ബുക്കാണ് സീരീസിലെന്നാണ് പറയുന്നത്. വേറെ ബുക്സ് ഉണ്ട്. ചിൽഡ്രൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്യുന്ന കഥയാണ്. ഭൂമി ആവാസയോഗ്യമല്ലാതായി, ശരിക്കും ഒന്നുമില്ല, റിസോഴ്സ് ക്രഞ്ചാണ്, യുദ്ധങ്ങളൊക്കെ മറ്റേ ഓവർ യൂസ് കാരണം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കുറേ മിഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് അടുത്ത വേറെ പ്ലാനറ്റുകളിലേക്കുള്ള ടെറാഫോമിംഗ് മിഷൻസ്. അത് നേരത്തെ തുടങ്ങി. ആദ്യം പ്ലാനറ്റ്സ് ആവാസയോഗ്യമാക്കണം, വേറെ പല സിസ്റ്റങ്ങളിലും ഉള്ള ഗോൾഡിലോക്ക് സോണിലുള്ള പ്ലാനറ്റ്സിനെ ആദ്യം അങ്ങനെ ആക്കണം. അല്ലാത്തതാണെങ്കിൽ ടെറാഫോം ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു നാനോ വൈറസിനെയും ഒരു സെറ്റ് ഓഫ് മങ്കീസിനെയും 2 പോഡായിട്ട് അയക്കും. അപ്പോൾ ഈ പറയുന്ന രണ്ടും ലാൻഡ് ചെയ്തിട്ട് ഈ നാനോ വൈറസ് അവരുടെ മേൽ അത് പ്ലാന്റിൽ സ്പ്രെഡ് ചെയ്യും. നാനോ വൈറസ് എന്തിനാന്ന് വെച്ചാൽ ഇവരുടെ ബ്രെയിനിൻ്റെ കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓൾറെഡി അവർ കുറെ കൂടി മനുഷ്യൻ്റെക്കാൾ ഇവോൾവ്ഡ് ആണ്, മനുഷ്യൻ്റെ അത്രയെങ്കിലും ബുദ്ധിയുള്ളവരാണെന്നാണ് പറയുന്നത്, ചിമ്പാൻസീസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ കേപ്പബിലിറ്റി കൂടി കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ചുകൂടി അവരുടെ ഇത് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടിയുള്ള അമ്യൂണിറ്റീസ് അവിടെ ഉണ്ടാക്കും. അവർക്ക് വേണ്ടിയുള്ള ഇൻഫ്ര ഉണ്ടാക്കിയിട്ട് പിന്നെ മനുഷ്യരെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആർക്ക് ഷിപ്സ് ഉണ്ട്. അതിനുശേഷം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാനാണ്. പുള്ളിക്കാരിയുടെ ഈ പ്ലാൻ ഉണ്ടാക്കുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേര് ഒരു സ്ത്രീയാണ്, അവര കെയ്നോ അങ്ങനെ എന്തൊരു പേരാണ്. പുള്ളിക്കാരി ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരി ഇതിൻ്റെ ഈ മറ്റേ ബയോളജി എന്തോ ആണ് പുള്ളിക്കാരിയുടെ തോന്നുന്നു, പ്രൈമറ്റോളജി ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരിയുടെ മെയിൻ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് മിഷൻ ഫെയിൽ ആവുകയാണ്. ഫസ്റ്റ് മിഷൻ ഫെയിൽ ആവുമെന്ന് വെച്ചാൽ ഒരു ബയോ ടെററിസം ഗ്രൂപ്പ് ഉണ്ട്. അവന്മാർ ഈ പറഞ്ഞ സംഭവത്തിന് എതിരാണ്. അതായത് ഭൂമിയിലുള്ള സംഭവത്തെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നടാൻ, അവർ ഈ ഗോഡ് തന്ന സംഭവം മാറ്റിമറിക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഐഡിയോളജി വിശ്വസിക്കുന്ന ആൾക്കാർ അവരൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി ഒരു എസ്കേപ്പ് പോഡിൽ ഒരു പ്ലാനറ്റിൽ എത്തിപ്പെടുകയല്ല, ആ പ്ലാനറ്റിനെ എന്താ പറയുക ഓർബിറ്റ് ചെയ്യാൻ തുടങ്ങും. പുള്ളിക്കാരി മരിക്കും, പക്ഷെ പുള്ളിക്കാരിയുടെ കോൺഷ്യസ്നെസ് ഒരു AI ട്രാൻസ്ഫർ ചെയ്യും.
ആം, ആ പ്ലാനറ്റിൽ ക്രാഷ് ലാൻഡ് ചെയ്യുന്ന ചിമ്പാൻസീസ് ഒക്കെ ചത്തുപോകും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ആ പ്ലാനറ്റിൽ ഓൾറെഡി സ്പൈഡേഴ്സ് ഉണ്ടായിരുന്നു. ഈ സ്പൈഡേഴ്സിനെ നാനോ വൈറസ് അവരുടെ ബ്രെയിൻ എൻഹാൻസ് ചെയ്യും. ഓരോ ചാപ്റ്ററും അത് ഓൾട്ടർനേറ്റ് ചാപ്റ്റേഴ്സ് ആണ്. ഒരു ചാപ്റ്റർ ഈ ആർക്ക് ഷിപ്പ് പുറപ്പെട്ടിട്ടുണ്ട്, ഭൂമിയിൽ നിന്ന് മനുഷ്യന്മാർ പുറപ്പെട്ടിട്ടുണ്ട്, അവരുടെ നടക്കുന്ന മ്യൂട്ടിനിയും അവരുടെ സൊസൈറ്റി എന്നുള്ള നോം അതൊക്കെ തകർന്ന് ആകെ ചിന്ന ഭിന്നമാകുന്ന പരിപാടിയാണ് അതിനകത്ത്. അതിങ്ങനെ പതുക്കെ പതുക്കെ അവർ വളരെ ഹ്യൂമൻസ് സിവിലൈസേഷനിൽ നിന്ന് പതുക്കെ താഴത്തേക്ക് പോകുന്നു. പക്ഷേ സ്പൈഡേഴ്സ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇവോൾവ് ആയി വരുന്നു. അതായത് അവരുടെ ടെക്നോളജീസ് ഒക്കെ മാറുകയാണ്. അത് അവർ ആദ്യം ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ചെറിയ സ്പൈഡേഴ്സിനെ. അതായത് ചെറിയ സ്പൈഡേഴ്സിനെ, ചെറിയ ജീവികളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നു. പതുക്കെ പതുക്കെ ഒരു സ്പേസ് ഏജ് വരെ എത്തുന്നു. പക്ഷെ അത് വളരെ എന്താ പറയുക, നമുക്കത് വളരെ കൺവിൻസിംഗ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. റൈറ്റിംഗ് ഉഗ്രൻ റൈറ്റിംഗ് ആണ്. ഇപ്പോൾ ഞാൻ ഇതുവരെ ഈ ബേസിക്കലി പറഞ്ഞ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി ഈസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് അതെ, ചെയ്തിരിക്കുകയാണ്. ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി മാത്രമല്ല, അവർ ഗോഡിന് സ്പിരിച്വാലിറ്റി അവർ അവരുടേതായിട്ടൊരു ഗോഡിനെ അന്വേഷിക്കുന്നുണ്ട്. അവരുടെ ഗോഡ് എന്ന് പറയുമ്പോൾ ഈ ഓർബിറ്റ് ചെയ്യുന്ന ഈ സാധനമാണ്, ഈ പോഡാണ്. അവരെ സംബന്ധിച്ച് ലൈറ്റ് കത്തിച്ചത് ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് ഡോക്ടർ ഇരിക്കും, ഡോക്ടറുടെ കോൺഷ്യസ്നെസ് ആണ് അതിനകത്ത് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ അമ്മ തന്നെയാണിത്, അവരുടെ മദർ തന്നെയാണിത്. അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവരൊരു സംഭവം കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ ഈ എന്താ പറയുക, ഈ പോർട്ടിഡ് ടൈപ്പ് ഓഫ് പോർട്ടിഡ് എന്നാണ് പറയുന്നത്. പോർട്ടിഡ് സ്പീഷീസിൽപ്പെട്ട സ്പൈഡേഴ്സാണ്. ലൈഫ് സ്പാൻ വളരെ കുറവാണ് ഇവർക്ക്. കാരണം ഓരോ ചാപ്റ്ററിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സിൻ്റെ പേര് പോർഷ്യ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് സ്പൈഡേഴ്സിൻ്റെ ഇടയിൽ. ഒരാളായിരിക്കില്ല അടുത്തതിൽ, അത് അവർ പറയുന്നുണ്ട്. കാരണം ഇവരുടെ ലൈഫ് സ്പാൻ കുറയുന്നുണ്ട്. ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ആയിട്ട് അതായത് തലമുറകളാണ്, പക്ഷെ പേരൊക്കെ സെയിം ആണ്. പതുക്കെ പതുക്കെ അത് ഇവോൾവ് ആയി ഇവിടെ ഒരു പാലസ് ഉണ്ടാകുന്നു, അതിന് പല ടെക്നോളജീസ് ഉണ്ടാകുന്നു. ഈവൻ ആ പ്ലാനറ്റ് കംപ്ലീറ്റ് ഈ സ്പൈഡർ സിൽക്ക് കൊണ്ട് എൻഗൾഫ് ചെയ്തിരിക്കുകയാണ്, ഒരുതരം ലെയർ പോലെ. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വേണ്ടിയിട്ട്. വായിക്കാൻ കൊള്ളാവുന്നൊരു സംഭവമാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനമാണ്. റൈറ്റിംഗ് അടിപൊളിയാണ്, നല്ല നല്ല എന്താ പറയുക, ഈ പറഞ്ഞ ഞാൻ അന്ന് വായിച്ച ഇപ്പോൾ ആൻറ്റിവെയർ വായിച്ചാലും ബ്ലേക്ക് ക്രൗച്ച് വായിച്ചാലും അല്ലെ അതിനേക്കാളൊക്കെ ഒരുപടി മുമ്പിൽ നിൽക്കുന്ന റൈറ്റിംഗ് ആണ്. ഒന്ന് ട്രൈ ചെയ്യാവുന്ന സാധനമാണ് ചിൽഡ്രൻ ഓഫ് ടൈം. അഡ്രിയൻ ചൈക്കോവ്സ്കി എന്നാണ് റൈറ്ററിൻ്റെ പേര്. നമ്മള് ഇനിയും ഒരുപാട് ഉണ്ടല്ലേ. ഉണ്ട്. എനിക്ക് ഇനി ഒരുപാട് ഞാൻ എഴുതി വെച്ച ആളുകൾ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഐ തിങ്ക് വിൽ ടേക്ക് എ ബ്രേക്ക്, എന്നിട്ട് അടുത്ത ആഴ്ച വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. സോ ടിൽ ദെൻ ഇറ്റ് ഈസ് എഴുതാപ്പുറം സൈനിങ് ഓഫ്. സന്ദീപ്, കൃഷ്ണകുമാർ, അനൂപൻ, ലേഖ.